പാർത്ഥസാരഥിരൂപേണ ശ്രാവയിത്വാ ശുഭാം ഗിരം പാർത്ഥസ്യാർത്തിഹരോ ദേവഃ കൃപാമൂർത്തിഃ സ പാതു നഃ. ഹരിഃ ഓം. യത് സാംഖ്യൈഃ പ്രാപ്യത്തെ സ്ഥാനം തദ്യോഗൈരപി ഗമ്യത്തെ. ഏകം സാംഖ്യം ച യോഗം ച യഃ പശ്യതി സ പശ്യതി. അതല്ലേ? യത് സാംഖ്യൈഃ പ്രാപ്യത്തെ സ്ഥാനം തദ്യോഗൈരപി ഗമ്യത്തെ. സാംഖ്യൈഃ എന്നുവെച്ചാൽ ജ്ഞാനമാർഗത്തിൽ സഞ്ചരിക്കുന്നവർ സാംഖ്യന്മാരാണ്. അവർ ഏതൊരു സ്ഥാനത്തിനെ പ്രാപിക്കുമോ തത് യോഗൈഹി അഭി യോഗിഭിഹി യോഗികളെ കൊണ്ടും യോഗികൾക്കും അത് പ്രാപ്യമാണ്. യോഗികൾ എന്ന് വെച്ചാൽ പ്രാണായാമമൊക്കെ ചെയ്യുന്ന യോഗികളല്ല, ഇവിടെ ഗീതയിൽ കർമ്മയോഗികൾ. തദ് യോഗൈരപി ഗമ്യത്തെ. ഏകം സാംഖ്യം ച യോഗം ച യഃ പശ്യതി സ പശ്യതി. ആരാണോ ജ്ഞാനമാർഗത്തിന്റെ ലക്ഷ്യസ്ഥാനവും അഥവാ സന്യാസത്തിന്റെ സ്ഥാനവും കർമ്മയോഗത്തിന്റെ സ്ഥാനവും ഒന്നാണെന്ന് കാണുന്നത്, അവരാണ് വാസ്തവത്തിൽ അറിയുന്നവർ. ഇപ്പോ ഇവിടെ സ്ഥാനം എന്നൊന്നുണ്ട്. ആ സ്ഥാനം എന്താണ്? എവിടെയാണ് ആ സ്ഥാനം? സ്ഥാനം നമ്മളിൽ തന്നെയാണ്. ആ സ്ഥാനത്തിനെ തന്നെ ആണ് ഭഗവാൻ യോഗം എന്ന് പറഞ്ഞത്. നമുക്കതിനെ ഈശ്വര സാക്ഷാത്കാരം എന്നും പറയാം, ആത്മസാക്ഷാത്കാരം എന്ന് പറയാം, ശാന്തി എന്ന് പറയാം, നിവൃത്തി എന്ന് പറയാം, നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയാം. അത് നേടണമെങ്കിൽ മുഖ്യമായിട്ടുള്ളത് ഉപാസനയാണ്. അതൊരു വിഷയം. ഉപാസന നമ്മൾക്ക് ഒരു കൈവഴി ഉണ്ടാക്കി തരികയാണ്. ഉപാസനയാണ് നമുക്ക് ഗീതയെ മനസ്സിലാക്കാൻ സഹായിക്കുന്നത്. ഉപാസനയാണ് നമുക്ക് സത്സംഗത്തിലിരിക്കുമ്പോൾ നമ്മൾക്ക് ശ്രദ്ധയോ ഉണ്ടാക്കുന്നത്. ഉപാസനയാണ് ആന്തരിക വിഷയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ ഉതകുന്നത്. ഉപാസന എന്ന് വെച്ചാൽ എന്താണ്? മനസ്സ് അനേക ചിത്തവൃത്തികളായി വിചാരങ്ങളായി അലഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സിന് പതുക്കെ പതുക്കെ ഒരു കൈവഴിയിലൂടെ കൊണ്ടുവന്ന് ഏകതാനത ശീലിപ്പിക്കുന്നതിനാണ് ഉപാസന എന്ന് പറയുന്നത്. അപ്പൊ ഉപാസന ഉണ്ടാവുമ്പോ, മനസ്സ് കൈവശപ്പെടുമ്പോ നമുക്ക് ശ്രദ്ധയുണ്ടാവും, ശാസ്ത്രാർത്ഥ ധാരണാശക്തി ഉണ്ടാവും. ഗീതയൊക്കെ പഠിക്കുമ്പോ എളുപ്പത്തിൽ മനസ്സിലാവും. അതിനടുത്ത അധ്യായം ഉപാസനാധ്യായമാണ് ധ്യാനയോഗം. അതിന് ഭഗവാൻ കൃഷ്ണനും പതഞ്ജലിയും ഒക്കെ അഭ്യാസ വൈരാഗ്യ മാർഗങ്ങളെ അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നുവെച്ചാൽ മനസ്സിനെ പതുക്കെ ദിവസം കുറച്ചു നേരം ഇരുത്തി ഏകാഗ്രപ്പെടുത്തി അഭ്യസിപ്പിക്കുക, ഏകാഗ്രതാ പരിശീലനം. ഇതൊരു മാർഗമാണ്. അനേക മാർഗങ്ങൾ അധ്യാത്മികത്തിലുണ്ട്. ഓരോരുത്തരുടെയും ടെമ്പറമെന്റിന് അനുസരിച്ച് അനേക വഴികളിലൂടെയാണ് ഓരോ ജീവനും സത്യത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഇവിടെ പലതും സത്സംഗത്തിലിരുന്ന് പറയും, അവരവര് വഴി തെരഞ്ഞെടുത്തുകൊള്ളുകയാണ്. ഓരോരുത്തർ ഇരിക്കുന്ന സ്റ്റേജിൽ നിന്ന് പിടിച്ചെടുക്കുകയാണ്. അത് അവരവര് ഗ്രഹിച്ചോളും. ഇവിടെ പറയുന്നതിനൊക്കെ എല്ലാവർക്കുമാണെന്ന് ഗണിക്കാനില്ല. പക്ഷെ നമുക്ക് എല്ലാവരും ഓരോരോ ഘട്ടത്തില് ഓരോരോ മാർഗങ്ങളിലൂടെ കടന്നു പോയേ തീരൂ. അതുപോലെ ഈ ഉപാസന എന്ന് പറയണത് അധികമായും ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ടതാണ്. പലരും ഉപാസകന്മാരുമാണ്. എന്തെങ്കിലും ഒരു നാമത്തിനെ ജപിക്കുകയോ, നാരായണീയം വായിക്കുന്നുണ്ട്, ഭാഗവതം വായിക്കുന്നുണ്ട്. സ്ത്രീകളൊക്കെ സമയം കിട്ടുമ്പോൾ കൂടിയിരുന്ന് നാരായണീയം വായിക്കുകയും നാമസങ്കീർത്തനം ചെയ്യുകയും ഒക്കെ പലയിടത്തും ചെയ്ത് കാണുന്നുണ്ട്. പക്ഷെ അതൊക്കെ തന്നെ ഉപാസനയായിട്ട് മാറണമെങ്കിൽ തനിയെ ചെയ്യണം.
മനസ്സ് കൈവശപ്പെട്ട് വരണമെന്നും ഏകാഗ്രപ്പെടണമെന്നും ഉള്ള ഉദ്ദേശത്തോടുകൂടെ ചെയ്യണം. ഉള്ളിലേക്ക് ഒരു നാമജപം മതി. ഉപാസന എന്ന് പറഞ്ഞാൽ ഒരു നാമജപം മതി. ആ നാമജപം ആണെങ്കിലും നിഷ്ഠ, വ്രതത്തോടുകൂടെ, നിഷ്ഠയോടുകൂടെ ദിവസവും ബ്രാഹ്മമുഹൂർത്തത്തിൽ നേരം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഇത്രയധികം ജപം ചെയ്തിരിക്കുമെന്ന് വ്രതത്തോടുകൂടെ ജപത്തിനെ പരിശീലിക്കുക. ആദ്യമൊക്കെ വായ കൊണ്ട് ജപിക്കുക, പിന്നെ മാനസികമായി ജപിക്കുക. മനസ്സിനെ അനേക വിചാരങ്ങളായി അലഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സിനെ ഒരു നാമത്തിൽ നിർത്തി 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 ആ സ്പന്ദനത്തിൽ ആ മനസ്സിനെ നിർത്തി ശീലിപ്പിക്കാം. മനസ്സ് നാമത്തിനെ പിടിച്ചെടുക്കണില്ലെങ്കിലോ ആദ്യം വായ കൊണ്ട് ജപിച്ച് മനസ്സിനെ കേൾപ്പിക്കുക. മനസ്സ് പിടിച്ചെടുക്കുന്നവരെ വായ കൊണ്ട് ജപിച്ച്, വാചികമായി ജപിച്ച് മനസ്സിനെ കേൾപ്പിക്കുക. മനസ്സ് പിടിച്ചെടുത്ത് ജപിക്കുന്നവരെ അതിനെ പഠിപ്പിക്കുക. ഒരു കൊച്ചുകുട്ടിയെ പോലെ ലാളയേത് ചിത്തബാലകം എന്നാണ്. ഒരു കൊച്ചുകുട്ടിയെ പഠിപ്പിക്കുന്ന ചുമതലാബോധത്തോടുകൂടെ, റെസ്പോൺസിബിലിറ്റി ഫീലിംഗോടുകൂടെ മനസ്സിനെ പഠിപ്പിക്കുക നാമം ജപിക്കാനായിട്ടും അഥവാ ഒരു രൂപധ്യാനം ചെയ്യാനായിട്ടും. ഇങ്ങനെയൊക്കെയാണ് അധ്യാത്മ സാധന ആരംഭിക്കേണ്ടത്. നാമം എന്നുള്ള ഒരു താക്കോല് വെച്ചുകൊണ്ട് ഉള്ളിൽ പോയി മനസ്സ് അനേക വിചാരങ്ങളായി പിരിയാതെ ഒരു വിചാരത്തിൽ, ഒരു നാമത്തിൽ നിർത്തി ശീലിച്ചാൽ തന്നെ പതുക്കെ 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 മനസ്സ് അതിന്റെ പിറപ്പിടം എവിടെയോ അവിടേക്ക് പോകും. അഥവാ അങ്ങനെ പോയിട്ടില്ലെങ്കിലും നമ്മൾ അന്തർമുഖമായി കഴിയുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള സ്വഭാവത്തിനെ നമ്മൾ കാണും. കൃഷ്ണൻ പറയുന്ന ആ സ്വഭാവം നമുക്ക് കാണിച്ചു തരും. നമ്മൾ എന്താണെന്ന് നമ്മൾ കാണും. നമ്മൾക്ക് പൂർണ്ണമായ ജ്ഞാനനിഷ്ഠ ഉണ്ടാവാൻ, ശാന്തി ഉണ്ടാവാൻ തടസ്സമായിട്ട് നിൽക്കുന്ന വികാരങ്ങളും വിചാരങ്ങളും എന്താണെന്ന് നമ്മൾ തന്നെ നമ്മളുടെ അകമയ്ക്ക് കാണും. അപ്പൊ അതിനെ എങ്ങനെ ഇല്ലാതാക്കാം, അതിനുള്ള വഴി എന്താണ് എന്നൊക്കെ അപ്പൊ ശാസ്ത്രം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ഉപാസനയില്ലാത്തവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല. കുറെ പുസ്തകം മാത്രം പഠിച്ചു കഴിഞ്ഞവർക്ക് ഒന്നും മനസ്സിലാവില്ല. കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് പിടിക്കണം. അല്ലെങ്കിൽ നമ്മൾ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും, ഉത്തരം കിട്ടിക്കൊണ്ടിരിക്കും, ഇതിനൊരു അവസാനമേ ഉണ്ടാവില്ല. അപ്പൊ ഉപാസന വളരെ പ്രധാനമാണ്. ഉപാസനയെക്കുറിച്ച് അധികം നമ്മളുടെ സത്സംഗത്തിൽ പറയുന്നില്ല എന്നുള്ളത് കൊണ്ട് അത് വേണ്ടാം എന്നുള്ള അർത്ഥം വെക്കരുത്. അത് പറയാതിരിക്കാൻ കാരണം ഇവിടെ നമ്മളുടെ വിഷയം കുറച്ച് ഉയർന്ന വിഷയമായതുകൊണ്ടും ജ്ഞാനമായതുകൊണ്ടും ജ്ഞാനത്തിനെയും ശരണാഗതിയെയുമാണ് മുഖ്യമായി ഊന്നുകൊടുത്തുകൊണ്ട് പറയണത്. പക്ഷെ ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ നമ്മൾക്ക് നമ്മളുടേതായ അധ്യാത്മ സാധനകൾ, പേഴ്സണൽ സാധനകൾ എല്ലാവർക്കും കൂടി വിളിച്ചൊരു സദസ്സിൽ പറയാൻ പറ്റില്ല. പക്ഷെ അത് അവരവർക്ക് ഉണ്ടായിരിക്കണം, ഉണ്ടായിക്കൊള്ളണം. അവരവരുടെ മാർഗം അവരവർ കണ്ടെത്തിക്കൊള്ളണം. എന്തെങ്കിലുമൊക്കെ ആന്തരികമായ ഒരു പരിശീലനം, ഒരു സാധന ഉണ്ടായിരിക്കണം. ഇങ്ങനെയിപ്പോ ഞാൻ പറഞ്ഞ നാളെ ഇപ്പൊ എന്റെ അടുത്ത് വന്ന് ഓരോരുത്തർ ചോദിക്കും. അതൊക്കെ പേടിച്ചിട്ടാണ് ഇതൊന്നും പറയാതിരിക്കുന്നത്. ഓരോരുത്തരും അവരവരുടേതായ മാർഗത്തിൽ എന്തെങ്കിലും ഒരു വിധത്തിൽ ഒരു ഭക്തി, സാധനാഭക്തി ഒന്നുണ്ട്, പരാഭക്തി എന്നുണ്ട്. സാധനാഭക്തി എന്ന് പറയണത്തിലാണ് ഈ ഉപാസന വരിക. കർമ്മയോഗവും സാധനാഭക്തിയിൽ അടങ്ങി. നമ്മൾ ഉപാസന ചെയ്യുമ്പോൾ നമ്മളുടെ സെൽഫിഷ്നെസ്, സ്വാർത്ഥത, നമ്മൾ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ഉള്ളിലുള്ള ഭയം, നമ്മൾക്കുള്ള സെക്യൂരിറ്റി ഫീലിംഗ്, ഇതൊക്കെ നമ്മൾ തന്നെ കാണും. അല്ലെങ്കിൽ നമ്മൾ അൺകോൺഷ്യസ് ആയിട്ട് ജീവിക്കും. ഉപാസന ഇല്ലാത്തവര് അവരുടെ മനസ്സ് പറയണതൊക്കെ അവരുടെ ശരിയാണെന്ന് വിചാരിച്ചുകൊണ്ട് ജീവിക്കും. ഉപാസനയുള്ളവൻ തന്റെ മനസ്സിനെ തന്നിൽ നിന്നും മാറ്റി നിർത്തി കാണുന്നത് കൊണ്ട് അതിലുള്ള കുഴപ്പങ്ങളൊക്കെ ഇയാൾ കാണും. അപ്പോഴാണ്
കർമ്മയോഗവും നമുക്കൊരു സാധനയായിട്ട് തീരണത്. നമ്മൾ വിചാരിച്ച പോലെ നമ്മൾ അത്ര നിസ്വാർത്ഥരൊന്നും അല്ലെന്നും നമ്മളിൽ സ്വാർത്ഥത കുടികൊള്ളുന്നുവെന്നും ഈ സ്വാർത്ഥതയാണ് നമ്മളെ ദുഃഖിപ്പിക്കുന്നതെന്നും ഒക്കെ തന്നെ ഒരു ഉപാസകനാണ് മനസ്സിലാക്കുന്നത്. ഭോഗിയായിരിക്കണവന് മനസ്സിലാവില്ല. അതുകൊണ്ട് ഈ സത്സംഗം കഴിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇത് വിട്ടുപോവാതിരിക്കണമെങ്കിൽ, സത്സംഗം വർഷത്തിൽ ഒരു 7 ദിവസമേ ഉള്ളൂ. സത്സംഗം നിങ്ങൾക്ക് ഒരു ഡൈനാമോ നിറയ്ക്കുന്ന പോലെ ആയിരിക്കാം. പക്ഷെ ആ ഡൈനാമോ നിറയ്ക്കുകയും കാലിയാക്കുകയും നിറയ്ക്കുകയും കാലിയാക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സോഴ്സ് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ കണ്ടെത്തണം. ഈ സത്സംഗം എന്ന് നിത്യമല്ല. സത്സംഗത്തിനെ പ്രയോജനപ്പെടുത്തിക്കൊള്ളണം. നാരദ ഭഗവാൻ ഭക്തിസൂത്രത്തിൽ പറഞ്ഞു, അമോഘമാണ് ഫലം എന്നാണ്. സത്സംഗത്തിൽ നിന്ന് കിട്ടുന്നത് ഒരിക്കലും വേസ്റ്റായിട്ട് പോവില്ല. അത് വേറെ ഒരിടത്തും കിട്ടുകയുമില്ല. പക്ഷെ സത്സംഗത്തിനെ ആശ്രയിക്കാൻ കൊള്ളില്ല. നിത്യമല്ല. കിട്ടുമ്പോ എന്താ മരുഭൂമിയിൽ മഴ പെയ്യുന്ന പോലെയോ മറ്റുമൊക്കെ കിട്ടിയാ കിട്ടി, അത്ര തന്നെ. നിത്യമല്ല. കിട്ടിയ സത്സംഗത്തിനെ നമ്മളുടെ സ്വന്തമാക്കണം. നമ്മളുടെ സ്വന്തമാക്കണമെങ്കിൽ മനനം ചെയ്ത്, ഈ കിട്ടിയ വസ്തുവിനെ മനനം ചെയ്ത്, ഇവിടെ പറയപ്പെടുന്ന വസ്തുക്കൾ നിങ്ങൾ എത്ര കേട്ടാലും നിങ്ങൾക്കൊരു ട്രാൻസ് പോലെ ഒരു സുഖമൊക്കെ ഉണ്ടായാലും ആ സുഖത്തിലാണ് നിങ്ങളുടെ അറ്റൻഷൻ എങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സത്സംഗം വരുമ്പോൾ അത് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അടുത്ത സത്സംഗത്തിൽ ഉണ്ടാവും, പോയി പോകും. ഇവിടെ സുഖമായി നിങ്ങൾ കേൾക്കണതിരിക്കട്ടെ. ഇത് കേട്ട് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി അങ്ങനെ നാമജപമൊക്കെ ചെയ്യുമ്പോ, വായ കൊണ്ട് നാമം ജപിക്കുമ്പോ ഉള്ളുകൊണ്ട് ഈ കേട്ടത് മുഴുവൻ ഒന്ന് മനനം ചെയ്ത് വേണമെങ്കിൽ അവിടെ പോയിട്ട് എഴുതിക്കൊള്ളുക. ഇവിടുന്ന് എഴുതാൻ പാടില്ല. അവിടെ ചെന്ന് എഴുതുകയും മനനം ചെയ്യുകയും സ്വന്തമാക്കുകയും ചെയ്ത് ഉള്ളില് നമ്മളുടേതാക്കി തീർക്കണം ആ അറിവിനെ. ഈ മഹാരാഷ്ട്ര സന്തുക്കളൊക്കെ അഭംഗമൊക്കെ പാടിയെന്ന് വെച്ചാൽ അവരൊക്കെ ചെയ്തത് എന്താന്ന് വെച്ചാൽ അവർക്ക് കിട്ടിയ അറിവിനെ മനനം ചെയ്യാണ് ഈ പാട്ടൊക്കെ. അത് ഉറക്കെ ചിലരൊക്കെ ചില വിഷയങ്ങളൊക്കെ തനിയെ സംസാരിക്കില്ലേ അല്ലേ? വാസ്തവത്തിൽ ഇവരൊക്കെ തനിയെ സംസാരിക്കുകയാണ് ചെയ്തത്. അത് അവര് പാട്ടുപാടി, അത്രയേ ഉള്ളൂ. തനിയെ വർത്തമാനം പറയണതിന് പാട്ടുപാടി. അത് മനനമാണ്, ആന്തരികമായി മനനമാണ്. അവരുടെ ഉള്ളിൽ വരുന്ന ഫീലിങ്സ് ഒക്കെ അവർ പറയാൻ. അത് പാട്ടുപാടി നമുക്ക് തന്നത് എന്താ? ഒരു അധ്യാത്മ സാധകൻ, ഭക്തൻ എങ്ങനെ ഭക്തി സാധന ചെയ്യണമെന്നവർ കാണിച്ചു തന്നു. ഭക്തി സാധനയ്ക്ക് പുറമേക്ക് ഒരു ആശ്രയമാണ് ജപമൊക്കെ. ആന്തരികമായി ഈ സത്സംഗത്തിൽ കിട്ടുന്നതിനെ മനനം ചെയ്ത് വിചാരം ചെയ്ത് നിങ്ങളുടേതാക്കി തീർക്കണം. എന്നിട്ട് നമ്മളുടെ വഴിയും നമ്മൾ എവിടെ ഇരിക്കണു എന്നുള്ളതൊക്കെ കണ്ടെത്തണം. അധികം പേർക്കും കർമ്മയോഗ സാധന കൂടാതെ ജ്ഞാനയോഗ സാധനയിലേക്ക് വരാൻ സാധ്യമല്ല. പ്രത്യേകിച്ച് നമ്മൾ ഗൃഹസ്ഥന്മാരായിട്ട് ഇരിക്കുമ്പോൾ, കുടുംബത്തിലിരിക്കുമ്പോൾ, നമ്മൾക്ക് വേണ്ടി നമ്മൾ പണം സമ്പാദിക്കുമ്പോൾ, നമ്മളുടെ കുടുംബത്തിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നിടത്തോളം കാലം കർമ്മയോഗമില്ലാതെ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. ഞാൻ ജ്ഞാനയോഗിയാണ്, വിചാരം ചെയ്യുന്നു, ഏകാന്തത്തിൽ ഇരിക്കാമെന്നൊക്കെ പറഞ്ഞാലും പലപ്പോഴും ജ്ഞാനയോഗികൾ എന്ന് മാത്രം ഐഡന്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ ചിലപ്പോൾ സ്വാർത്ഥതയുടെ പടുകുഴിയിൽ വീണു പോകും. അപ്പൊ ജ്ഞാനയോഗത്തിന്റെ കൂടെ കർമ്മയോഗം ഉണ്ടാവണം. രണ്ടിനും ആശ്രയമായി ഭക്തിയോഗം ഉണ്ടാവണം. പ്രിയമാണ് ഭക്തി, പ്രിയം ഉണ്ടാവണം. എല്ലാം പൂർണ്ണമായ ഒരു ജീവനിൽ ഉണ്ടെങ്കിൽ അധ്യാത്മ ജീവിതം പൂർണ്ണമാവുള്ളൂ, സുഗന്ധം വരുള്ളൂ. ഇപ്പൊ ഇവിടെ ഭഗവാൻ പറഞ്ഞു, കർമ്മയോഗം കൂടാതെ, കർമ്മയോഗവും ജ്ഞാനയോഗവും രണ്ടും ശ്രേഷ്ഠമാണ്. പക്ഷെ കർമ്മയോഗം കൂടാതെ ജ്ഞാനയോഗം സാധ്യമല്ല അധികം പേർക്കും. ചിലർക്ക് സാധ്യമാവും, അവർ പൂർവജന്മത്തിൽ അതൊക്കെ സമാപിപ്പിച്ച് തീർത്തവരാണ്.
അപ്പോ അടുത്ത ശ്ലോകം നോക്കുക. സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തുമയോഗതഃ യോഗയുക്തോ മുനിർബ്രഹ്മ ന ചിരേണാധിഗച്ഛതി. ഹേ മഹാബാഹോ, സന്യാസഃ തു പാരമാർത്ഥികഃ ദുഃഖം ആപ്തും അയോഗതഃ യോഗേന വിനാ. കർമ്മയോഗം കൂടാതെ പാരമാർത്ഥികമായ സന്യാസം സാധ്യമല്ല. എന്നുവെച്ചാലോ, സാധാരണ ഒരു സാധക സന്യാസം സാധ്യമാണ്. എന്നുവെച്ചാൽ കഷായം ഉടുക്കാം, ആശ്രമത്തിൽ പോയി താമസിക്കാം, അവിടെ പോയിട്ടും പിന്നെയും കർമ്മയോഗം അനുഷ്ഠിക്കാം. അത് സാധ്യമാണ്. ഒരു സാധകൻ എന്ന നിലയിൽ അത് സാധ്യമാണ്. പക്ഷേ പാരമാർത്ഥികമായ സർവസംഗ പരിത്യാഗം എന്ന് പറയണത്, എന്ന് വെച്ചാൽ ഭഗവത് അനുഭവം എന്ന് പറയണത്, ബ്രഹ്മാനുഭവം എന്ന് പറയണത് സാധ്യമല്ല. ദുഃഖം ആപ്തും അയോഗതഃ യോഗയുക്തോ മുനി ബ്രഹ്മ ന ചിരേണ അധിഗച്ഛതി. യോഗയുക്തനായ മുനി അധികം സമയം കൂടാതെ തന്നെ സന്യാസത്തിനെ പ്രാപിക്കും. ഇവിടെ ബ്രഹ്മ എന്ന് വെച്ചാൽ സന്യാസം എന്നർത്ഥം. ന്യാസ ഇതി ബ്രഹ്മ ബ്രഹ്മാഹി പരഹ. ന്യാസ ഇതി ബ്രഹ്മ ബ്രഹ്മാഹി പരഹ. എന്തെങ്കിലും ഉണ്ടോ വിഷയം? ആരുടെയോ കാറ് വഴിയിൽ നിൽക്കണുണ്ട് എന്നാണ്. എന്താ കാറിന്റെ നമ്പർ വലുതും പറഞ്ഞാൽ അനൗൺസ് ചെയ്യാം. അപ്പോഴേ പറഞ്ഞാ മതിയായിരുന്നു ഇതിന്. ആരെങ്കിലും ഒന്നും പറഞ്ഞാ മതിയായിരുന്നു. അത് സാരമില്ല, അത് അവിടെ ബ്ലോക്ക് ചെയ്യാൻ പാടില്ലല്ലോ. നമ്മളുടെ ഉള്ളിലോ ബ്ലോക്ക് ഉണ്ട്. അത് പോകാനുള്ള വഴിയാണ് ഇപ്പൊ നോക്കണതൊന്നും കിട്ടുന്നില്ല. റോഡും ബ്ലോക്ക്. സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തും അയോഗതഃ യോഗയുക്തഃ മുനി. മുനി എന്ന് വെച്ചാൽ മനനശീലൻ. സത്യത്തിനെ നിരന്തരം മനനം ചെയ്യുന്നവനാണ് മുനി. ഭക്തൻ മുനിയാണ്. നിത്യനിരന്തരം ഭഗവാന്റെ ദിവ്യരൂപത്തിനെയോ അഥവാ തന്റെ ഭഗവാനോടുള്ള സല്ലാപത്തിനെയോ ഒക്കെ മനനം ചെയ്യുന്നവൻ മുനിയാണ്. ഭക്തനും മുനിയാണ്, ജ്ഞാനിയും മുനിയാണ്. നിത്യനിരന്തരം ബ്രഹ്മവിചാരം ചെയ്യുന്ന ജ്ഞാനിയും മുനിയാണ്. ഞാൻ ആരാണ്, എന്റെ സ്വരൂപം എന്താണെന്നുള്ള വിചാരം ഇടതടവില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജ്ഞാനവിചാരശീലനായ ജ്ഞാനയോഗിയും മുനിയാണ്. കർമ്മയോഗിയും മുനിയാണ്. കർമ്മയോഗി നിത്യനിരന്തരം ഞാൻ കർത്താവല്ലെന്ന് അറിഞ്ഞുകൊണ്ട്, അഥവാ ലോകത്തിന് ഹിതം ചെയ്യണമെന്ന് അറിഞ്ഞുകൊണ്ട് ഫലേച്ഛയില്ലാതെ ഇരിക്കാൻ മനനം ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ്. കർമ്മയോഗിയും മുനിയാണ്. അപ്പോ തത്വത്തിനെ അറിഞ്ഞ് മനനം ചെയ്ത് ലോകസംഗ്രഹത്തിന് വേണ്ടി കർമ്മം ചെയ്യുന്ന മുനി സന്യാസത്തിനെ എളുപ്പത്തിൽ പ്രാപിക്കും. ന ചിരേണ അധിഗച്ഛതി. അധികം പ്രയത്നപ്പെടാതെ. ചിരം എന്ന് വെച്ചാൽ കുറെ കാലം കഴിഞ്ഞു. ന ചിരേണ എന്ന് വെച്ചാൽ വളരെ എളുപ്പത്തിൽ സാധിക്കും. ആര് തനിക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നുവോ അവൻ എളുപ്പത്തിൽ മുക്തനാവില്ല. ചിലപ്പോ നമ്മൾ അധ്യാത്മ സാധകന്മാരെന്ന് പറഞ്ഞ് സന്യാസമൊക്കെ എടുത്ത് മാറി നിൽക്കുമ്പോ ചില സമയത്ത് നമ്മൾ അറിയാതെ പെടുന്ന നമ്മളുടെ ട്രാപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് മുക്തി നേടണമെന്ന് ആഗ്രഹിച്ച് ലോകത്തിനെ മുഴുവൻ വെറുക്കുകയും ദ്വേഷിക്കുകയും ഒക്കെ ചെയ്ത് ചിലപ്പോൾ ചിലർ പ്രവർത്തിക്കും. എന്നിട്ട് ഞാൻ മെനക്കെട്ട് ഇത്രയധികം ജപം ചെയ്തു, സാധന ചെയ്തു, എല്ലാം ചെയ്തു, എന്നിട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറയും. ഇവരുടെ പ്രയത്നം തന്നെയാണ് ഇവർക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത്. ഇവരുടെ പരിശ്രമം തന്നെയാണ് ഇവർക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത്. എവിടെയെങ്കിലും സത്യം സ്വാർത്ഥതാ ത്യാഗമാണല്ലോ സത്യം. വസ്തു അഹങ്കാരരിക്തത. അത് ചില സമയത്ത് നമ്മൾ എവിടെയാ ചെന്ന് കുടുങ്ങുക എന്ന് പറയാൻ വയ്യ. അപ്പോ സ്വാർത്ഥത എവിടെ ഉണ്ടോന്ന് നോക്കിക്കൊള്ളണം.
ചിലപ്പോ ഭക്തിയുടെ പേരിൽ സ്വാർത്ഥനാവാം. കർമ്മയോഗിയും ചിലപ്പോ അറിയാതെ സ്വാർത്ഥതയായാൽ അവൻ കർമ്മയോഗിയല്ല, കർമ്മഭോഗിയായിട്ട് തീരും. കർമ്മത്തിന്റെ ഫലത്തിനെ അയാള് ആന്തരികമായി ഭുജിക്കാൻ തുടങ്ങും. വളരെ സൂക്ഷ്മമാണ് വിഷയം. ഉള്ളിലുള്ള അന്തര്യാമി വേണം തീരുമാനിക്കാൻ. അപ്പോ യോഗയുക്തോ മുനിഹി, ഞാൻ പറയണത് കൺഫ്യൂഷൻ ആവുണ്ടോ? ഇങ്ങനെ അല്ലാതെ ഇപ്പൊ പറയാൻ പറ്റില്ല. അതാണ് ഇതിപ്പോ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഈ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരാണെങ്കിൽ ഇത്തരം സംശയങ്ങളൊക്കെ നമുക്കുണ്ടാവും. നമ്മൾ അധികം പേരും കർമ്മം ചെയ്യുന്നവരാണ്. അധികം പേരൊന്നുമല്ല, ഏകദേശം എല്ലാവരും കർമ്മത്തിന്റെ മണ്ഡലത്തിൽ ഇരിക്കുന്നവരാണ്. അങ്ങനെ കർമ്മമണ്ഡലത്തിൽ ഇരിക്കുന്ന ശരീരം കൊണ്ട് കർമ്മം ചെയ്യുന്നു, മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു, ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നു, ഒക്കെ ചെയ്യുമ്പോ ആ കർമ്മത്തിനെ കർമ്മയോഗമാക്കി മാറ്റിയാൽ വളരെ സുഖം ബന്ധാത് പ്രമുച്യത്തെ. ഭഗവാൻ പറഞ്ഞത് വെള്ളിരിപ്പഴം വിട്ടുവരുന്ന പോലെ ഉർവാരുകം ഇവ ബന്ധനാത്ത് മൃത്യോർ മോക്ഷീയമാമൃതാത് വിട്ടുവരും. അങ്ങനെ വിട്ടുവരാൻ ഒറ്റ കണ്ടീഷനേ ഭഗവാൻ പറയണുള്ളൂ, നിരന്തരം ചെയ്തോളൂ, പക്ഷെ അവനവന് വേണ്ടി ചെയ്യാൻ പാടില്ല എന്നാണ്. അതാണ് കർമ്മയോഗത്തിന്റെ ആകത്തുക. പ്രവർത്തിച്ചോളൂ, പക്ഷെ തനിക്ക് വേണ്ടി ചെയ്യരുത്. ഞാൻ ഇപ്പൊ നോക്കിയിട്ട് ഒരുപാട് പേരങ്ങനെ ഉണ്ട് സഹജമായിട്ട്. പ്രത്യേകിച്ച് വീട്ടിലെ അമ്മമാര്, സ്ത്രീകളും ഒക്കെ എത്രയോ പേരങ്ങനെ പ്രവർത്തിക്കുന്നവരുണ്ട്. സമൂഹത്തിൽ എത്രയോ പേരങ്ങനെ നിൽക്കുന്നവരുണ്ട്. അവർക്ക് തന്നെ അറിയില്ല അത്. അതിന് ഒരുപക്ഷെ ഈ ഗീതയൊക്കെ പഠിച്ച് അറിഞ്ഞിട്ട് ചെയ്യുന്നതിനേക്കാളും അതിന് മനോഹാരിതയുണ്ട്. നമുക്ക് കാണുമ്പോ, അവരെയൊക്കെ കാണുമ്പോ സന്തോഷം തോന്നും. അവരറിയാതെ തന്നെ അവരെ ഏതോ ഈ അന്തര്യാമി, ഈ ഉള്ളിലുള്ള അന്തര്യാമി തന്നെ അവരെ അങ്ങനെയൊക്കെ ആക്കി തീർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് രമണ ഭഗവാൻ അക്ഷരമണമാലയിൽ പറയുന്നത്, ഹേ അരുണാചല, എന്നെ പരിപാകപ്പെടുത്താനായി അങ്ങ് എന്നെ നോക്കി, എന്നുവെച്ചാൽ എന്നെ കാത്ത് വേണ്ട സ്ഥലത്തൊക്കെ എന്നെ ഇടിച്ച് പാകപ്പെടുത്തി പക്വമാക്കി അങ്ങയുടേതാക്കി തീർത്ത് എനിക്ക് കൃപ ചൊരിയൂ. നോക്കിയേ കരുതി മെയ് താക്കിയേ പക്വം ആക്കി നീ ആണ്ട് അരുൾ അരുണാചല. ഇപ്പൊ ഗീത പറയേണ്ടത് കാരണം ഇപ്പൊ ഗീത പറഞ്ഞുകൊണ്ടിരിക്കണു. നമ്മൾക്ക് അധ്യാത്മ സാധന ഇത്രയേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും, ഇപ്പൊ നിങ്ങളുടെ നാമമാണ് ജപിക്കണതെങ്കിലും, നിങ്ങളുടെ സകല കാര്യങ്ങളും സകല സീക്രട്സും അറിയുന്ന ഒരേ ഒരു ആളുണ്ട്, നിങ്ങളുടെ തന്നെ ഉള്ളിൽ അന്തര്യാമി രൂപത്തിലിരിക്കുന്ന ഭഗവാൻ. ഈ ജന്മത്തിലുള്ള എല്ലാ കണക്കും അവിടെ ഉണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ തീർക്കാനുണ്ടോ അതൊക്കെ അവിടെ ഉണ്ട്. അതുകൊണ്ട് ആ അന്തര്യാമിയുടെ കയ്യിൽ നിങ്ങളെ ഏൽപ്പിക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഹിതചിന്ത എന്ന് ഇന്നലെ പറഞ്ഞുവല്ലോ, ഹിതചിന്ത തന്നെ ഭക്തിയാവുമ്പോ നമ്മളുടെ ഉള്ളില് മാതാവും പിതാവും ബന്ധുവും ഒക്കെ ആയിട്ടിരിക്കുന്ന ഭഗവാനോട് പറയാ, ഭഗവാനെ എനിക്ക് എന്തു വേണമോ അത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കൂ. ഈ നിരന്തരം പറയണം, നിരന്തരം ഈ ഭാവം ഉണ്ടാവണം. എനിക്ക് സ്വയമേവ കർമ്മയോഗിയാവാൻ എനിക്ക് സാധിക്കില്ല. ഗീതയിൽ കൃഷ്ണൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്നെ കർമ്മയോഗി ആക്കി തീർക്കും. ആണ്ട് അരുൾ അരുണാചല എന്ന് രമണ ഭഗവാന്റെ ആ വാക്ക്, എന്നെ ആൾക്കൊണ്ട് എന്ന് വെച്ചാൽ എന്നെ പിടിച്ച്, കൺട്രോൾ മീ, എന്നെ പിടിച്ചുകൊള്ളുക. അച്ഛൻ കുട്ടിയെ പിടിക്കണത് എളുപ്പമോ കുട്ടി അച്ഛനെ പിടിക്കണതോ? കുട്ടി അച്ഛനെ പിടിച്ചാൽ കുട്ടി എപ്പോ വേണമെങ്കിൽ വിട്ടുപോകും. അച്ഛൻ കുട്ടിയെ പിടിച്ചാൽ കുട്ടി സ്വതന്ത്രനാണ്, അല്ലേ? ഭക്തിയുടെ സിദ്ധാന്തം അതാണ്. ആരാണോ ദാസൻ, ദാസൻ സ്വതന്ത്രനാണ്. യജമാനനാണ് ബന്ധത്തിൽ കിടക്കുന്നത്. ഈ ദാസനെ നിയന്ത്രിക്കണമല്ലോ. യന്ത്രം സ്വതന്ത്രമാണ്, യന്ത്രി ബന്ധത്തിലാണ് കിടക്കുന്നത്. യന്ത്രിക്ക് നിരന്തരം ഈ യന്ത്രത്തിനെ ഓടിക്കണം. യന്ത്രത്തിന് ഇങ്ങോട്ട് തിരിച്ചാ ഇങ്ങോട്ട് തിരിയണം, ഇങ്ങോട്ട് തിരിച്ചാ ഇങ്ങോട്ട് തിരിയണം, നിർത്തിയാ നിൽക്കണം. അപ്പൊ അതിനറിയോ ബ്ലോക്ക് ആയിട്ടുണ്ടെന്ന്, അല്ലേ? യജമാനൻ വേണം പോയിട്ട് അതിനെ അവിടുന്ന് എടുക്കാൻ, ഇല്ലേ? അതിന് ബ്ലോക്കായാലും കുഴപ്പമില്ല, അത് എന്തായാലും കുഴപ്പമില്ല, അതിന് പുണ്യമില്ല, പാപമില്ല, ഒന്നുമില്ല. അത് തനിയെ ഒന്നും ചെയ്യില്ല, താനായിട്ട് അതൊന്നും ചെയ്യില്ല. തന്നെ നിയന്ത്രിക്കുന്ന യജമാനന്റെ കയ്യിലാണ് അത്. അങ്ങനെ യജമാനന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നത് വരെയാണ് നമ്മളുടെ അധ്യാത്മ സാധനയും പോണത്. നമ്മളിപ്പോ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മുഖമൊക്കെ നോക്കുമ്പോൾ ഒരു പ്രസന്നതയുണ്ട് ഇത് പറയുമ്പോ. അതിന് കാരണം നമുക്കൊരു വഴി കിട്ടി, എളുപ്പ വഴി എന്നുള്ള ഒരു തോന്നലാണ് മുഖത്ത്. പക്ഷെ ഇത് ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾ മറന്നു പോകും. അതാണ് ഏറ്റവും വലിയ കുഴപ്പം.
ഇത്ര കാര്യം എളുപ്പമാണെങ്കിൽ, നമ്മളെ നിയന്ത്രിക്കുന്നത് ഭഗവാനാണ്, ഭഗവാൻ എന്ന് പറയൂ, അന്തര്യാമി എന്ന് പറയൂ, ഈശ്വരൻ എന്ന് പറയൂ, എന്ത് പേര് വേണമെങ്കിൽ പറഞ്ഞോളൂ, ആ ഭഗവാനാണെങ്കിൽ കാര്യം എളുപ്പമായല്ലോ. ജ്ഞാനികൾ പോലും ഈ ജ്ഞാനത്തിലാണ് ലോകത്തിൽ വർത്തിക്കുന്നത്. അവരുടെ ജീവിതം കണ്ടാലേ മനസ്സിലാവുള്ളൂ. രമണാശ്രമത്തില് ഒരിക്കലും ചാക്കിലെ അരി കൊണ്ടുപോവാണ്. അരി കൊണ്ടുപോയി സ്റ്റോർ റൂമിൽ കൊണ്ടുവയ്ക്കാനായിട്ട് പോകുന്ന വഴിയിൽ കുറെ അരിയൊക്കെ ചോട്ടിൽ വീഴുമല്ലോ. അപ്പൊ ഒരു ദിവസം രമണ ഭഗവാൻ അവിടെ ഇരുന്ന് ഓരോ അരിമണിയായിട്ട് പെറുക്കി കയ്യിലിട്ടിട്ട് ഉള്ളിൽ കൊണ്ടുപോയിട്ട് ആ അരിച്ചാലിട്ടിട്ട് വരും. അപ്പോ ഭഗവാന്റെ കഞ്ചത്തരം എന്നാണ് പറയുക, അതായത് പിശുക്ക്. ഇങ്ങനെ എല്ലാത്തിലും വളരെ എക്കണോമിക്കലായിട്ട് ഓരോന്ന് പെറുക്കി എടുക്കുന്നതൊക്കെ കണ്ടിട്ട് ഒരു ഭക്തൻ ചോദിച്ചു, എന്തിനാ ഭഗവാൻ இப்படி பண்றேன், அது கொஞ்சம் அரிசி கீழே போகுமே. അതിന് ഭഗവാൻ പറഞ്ഞ എന്താ അറിയോ, இதுல ഓരോ அரிசி மணிக்கும் நான் அண்ணாமலையாருக்கு பொறுப்பு சொல்லணும், பதில் சொல்லணும் போய். இதுல ഓരോ അരിശി മണിക്കും ഞാൻ അണ്ണാമലയാർക്ക്, അരുണാചലേശ്വരന്റെ അടുത്ത് ഞാൻ ഉത്തരം പറയണം എന്നാണ്. ജ്ഞാനികളിൽ നിന്ന് വേണം ഈ ഭാവമൊക്കെ മനസ്സിലാക്കി. ഇത് യുക്തി വിചാരം ചെയ്താൽ മനസ്സിലാവുമോ? യുക്തി വിചാരം ചെയ്യുന്നതൊക്കെ പച്ചവെള്ളത്തിനെ കടയണ പോലെയാണ്, ഒന്നും കിട്ടില്ല. ജ്ഞാനികളുടെ അടുത്തു കൂടിയാലേ ഭക്തി എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അതാണ് മഹദനുഗമലഭ്യാ ഭക്തിരേവാത്ര സാധ്യ എന്ന് നാരായണീയത്തിൽ ഭട്ടതിരി പറഞ്ഞു. ഭക്തി വരണമെങ്കിൽ മഹദനുഗമലഭ്യാ ഭക്തി. മഹാത്മാക്കൾ എങ്ങനെ ജീവിക്കണമെന്ന് കാണും. ഓരോ ക്ഷണത്തിലും ദേ ആർ കോൺഷ്യസ് അബൌട്ട് ദാറ്റ് ഇന്നർ കൺട്രോളർ, ഇന്നർ മോണിറ്റർ. ഓരോ ക്ഷണത്തിലും തന്റെ പ്രാണൻ, തന്റെ മനസ്സ്, തന്റെ ശരീരം, താൻ ആ അന്തര്യാമിയുടെ കയ്യിലാണ്. ഭഗവാൻ നിയന്ത്രിക്കണു, ഞാൻ നിയന്ത്രിക്കപ്പെടുന്നു എന്നുള്ളതാണ് ശരീരമണ്ഡലത്തിൽ ഇരിക്കുമ്പോൾ ജ്ഞാനികൾക്കും ഭാവം. അതുകൊണ്ട് ദീനന്മാരായിട്ടിരിക്കും. നമ്മുടെ ഭഗവാനും പാടി, എൻപോലും ദീനറൈ ഇൻപുരക്കാത്തിനി എന്നാളും വാഴ്ന്തരുൾ അരുണാചല. ഹേ അരുണാചല, ഞാൻ ദീനനാണ്, എന്നെ കാത്ത അരുളണം. ജീവൻ മുക്തന് ദൈന്യഭാവം എവിടെ എന്നൊക്കെ പറഞ്ഞു യുക്തി വിചാരം ചെയ്താൽ അത് പിടികിട്ടില്ല. പ്രഭുസ്ത്വം ദീനാനാം ഖലു പരമബന്ധു പശുപതേ പ്രമുഖ്യോഹം തേഷാമപി കിമുത ബന്ധുത്വമനയോഹോ എന്ന് ശിവാനന്ദ ലഹരിയിൽ ആചാര്യസ്വാമികൾ പാടും. അപ്പൊ നമ്മൾ ശരീരാഭിമാനത്തോടുകൂടെ ഇരിക്കുമ്പോ നിയന്താവായ ഭഗവാനെ അംഗീകരിച്ചാലേ കർമ്മയോഗം സാധ്യമാവുള്ളൂ. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി തമേവ ശരണം ഗച്ഛ. ഈ രണ്ട് വാക്ക് ഓർമ്മിച്ചാൽ മതി. ഈശ്വരൻ ഹൃദ്ദേശത്തിലിരിക്കുന്നു, നിത്യനിരന്തരം നിയന്ത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നു, അവനെ ശരണാഗതി ചെയ്യൂ. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എന്റെ ഇഷ്ടം നടക്കണം, എന്റെ ഇച്ഛ പോലെ നടക്കണം, ഒന്നുമില്ലാതെ നടക്കുന്നതിനെ നോക്കിക്കൊണ്ടിരിക്കൂ എന്നാണ്. സംഭവിക്കുന്നതിനെ കണ്ടുകൊണ്ടിരിക്കൂ. ഇറ്റ് ഈസ് ഹിസ് വിഷ്, ഹിസ് വിൽ, ദൈ വിൽ ബി ഡൺ. അങ്ങയുടെ ഇച്ഛയാണ്, എന്റെ ഇച്ഛയില്ല എന്നാണ്. ഭഗവാൻ എവിടെ വെക്കണോ അവിടെ ഇരിക്കാം. ഭഗവാന്റെ ഇച്ഛ എങ്ങനെ അറിയും? ഒന്നും അറിയാനില്ല. എന്ത് നടക്കണോ അതാണ് ഭഗവാന്റെ ഇച്ഛ. എന്റെ ഇച്ഛയേ ഇല്ല. അപ്പൊ എന്താവും? ഞാനേ ഇല്ലാതായിട്ട് തീരും. ഇതൊരു മന്ത്രം പോലെ. ഉൻ ഇഷ്ടം എൻ ഇഷ്ടം. അങ്ങനെ ഈ ഭാവമൊക്കെ വന്നാലേ കർമ്മയോഗം ആവാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കർമ്മയോഗത്തിന് എന്തു പ്രയോജനം എന്ന് നിരന്തരം നമ്മൾ ചോദിക്കേണ്ടി വരും. കർമ്മയോഗത്തിന്റെ പ്രയോജനം കർമ്മം ചെയ്യുന്ന ആളെ ഇല്ലാതാക്കി യോഗത്തിൽ ഇരിക്കുന്നതാണ് കർമ്മയോഗം. കർമ്മം ചെയ്യുന്ന ഞാനില്ല, നിയന്താവായ ഭഗവാനേ ഉള്ളൂ എന്ന് വന്നാലേ കർമ്മയോഗം പൂർണ്ണമാവുള്ളൂ. കർമ്മം ചെയ്യുന്നവനെ ഇല്ലാതാക്കി കർമ്മിത്വനാശായ ച കർമ്മയോഗ, വിഭക്തിനാശായ ച ഭക്തിയോഗ, വിയോഗനാശായ ച രാജയോഗ, അബോധനാശായ ച ബോധയോഗ. ആചാര്യ ലക്ഷ്മണ ശർമ്മയുടെ ശ്ലോകമാണത്. രമണ പരാവിദ്യാ ഉപനിഷത്തിലെ ഒരു ശ്ലോകമാണ്. കർമ്മിത്വനാശായ ച കർമ്മയോഗ,
വിഭക്തിനാശായ ച ഭക്തിയോഗ, വിയോഗനാശായ ച രാജയോഗ, അബോധനാശായ ച ബോധയോഗ. ജ്ഞാനയോഗത്തിനാണ് ബോധയോഗം എന്ന് പേര്. കർമ്മം ചെയ്യുന്നവനില്ലാതിരിക്കണമെങ്കിൽ യഥാർത്ഥ കർത്താവ് ഞാനല്ലെന്നും ഞാൻ വെറും യന്ത്രമാണെന്നും, അതാണല്ലോ സത്യം. ഈശസ്യ ഹി വശേ ലോകഃ യോഷാ ദാരുമയീ യഥാ എന്ന് ഭാഗവതം. ഈശ്വരന്റെ കയ്യിൽ കളിപ്പാട്ടങ്ങളാണ് ഈ ലോകത്തിലുള്ളവരൊക്കെ തന്നെ. രമണ ഭഗവാന്റെ വാക്ക്, ട്രെയിനിൽ പോകുന്ന ആള് തന്റെ തലയിൽ പെട്ടി വെച്ചുകൊണ്ടിരിക്കണോ? പെട്ടി ചോട്ടിൽ വെച്ച് സ്വസ്ഥമായിരിക്കാൻ പാടില്ലേ? ട്രെയിൻ എല്ലാം ചുമക്കണുണ്ടല്ലോ. അതുപോലെ സകലതും നടത്തുന്നത് ഒരു ഈശ്വര ശക്തി, പരമേശ്വര ശക്തി സകല ചലനങ്ങൾക്കും മൂലകാരണമായിരിക്കുന്നു എന്നുള്ള അറിവിനെ ഒരു ക്ഷണം പോലും വിട്ടുകളയാതിരിക്കുന്നതിന് പേരാണ് അധ്യാത്മ സാധന. ഇത് ജ്ഞാനയോഗവുമാണ്, ഇത് ഭക്തിയോഗവുമാണ്, ഇത് കർമ്മയോഗവുമാണ്. പേരിലാണ് വ്യത്യാസം വരുന്നത്. എല്ലാം അവസാനം വരുമ്പോ ഒരിടത്ത് വന്നുകൂടും. കാര്യമൊക്കെ ഒന്നാണ്. ഒരു കുട്ടി സ്വീറ്റ് ഷോപ്പ്, മധുര പലഹാരം ഉണ്ടാക്കിയ കടയിൽ പോയിട്ട് കുറെ മധുര പലഹാരങ്ങൾ കാണിച്ചു അയാൾ. അപ്പൊ അയാളുടെ അടുത്ത് ചോദിച്ചു, ഈ നായ്ക്കുട്ടിയുടെ രൂപത്തില് ഒരു ചോക്ലേറ്റ്. അപ്പോ അത് എടുത്തു തരാൻ പറഞ്ഞു. അത് എടുത്തു കൊടുത്തു. അതിനെ കടിച്ചു തിന്നു. അപ്പൊ നോക്കുമ്പോ വേറെ ഒന്നുണ്ട്, പശുവിന്റെ രൂപത്തില്. അപ്പൊ ഈ കുട്ടി ചോദിച്ചു, അതെങ്ങനെ ഉണ്ടാവും? അതും ഇതേപോലെ തന്നെ ഉണ്ടാവും. ഷേപ്പേ വ്യത്യാസമുള്ളൂ. തിന്ന് നോക്കുമ്പോ സ്വാദം ഒന്നാണ്. ഈ കുട്ടിയെ പോലെയാണ് നമ്മളുടെ സ്പെഷ്യാലിറ്റീസ്, പ്രിജുഡീസ്, ബയസ് കാരണം അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ നിർബന്ധം പഠിക്കണം. അവസാനമാവുമ്പോ എല്ലാം കൊണ്ട് എത്തിക്കണത് എന്താന്ന് വെച്ചാൽ നമ്മളുടെ സെപ്പറേറ്റ് ഇൻഡിവിജ്വാലിറ്റി, ജീവഭാവം, ജീവാഹന്ത, ഉദിക്കാത്ത, വാസ്തവത്തിൽ അതില്ലാത്തതാണെന്നും അത് സത്യമല്ലെന്നും നിത്യശുദ്ധമായ ഒരു സത്തയേ ഉള്ളുവെന്നുമുള്ള ബോധം, അബോധനാശം. ബോധത്തിനെ തെളിവാക്കിത്തരാൻ, സിദ്ധമായിട്ടുള്ളതിനെ തെളിവാക്കിത്തരാൻ. സിദ്ധമായുള്ള പൊരുളை தேர்ந்து இருத்தல் സിദ്ധി, പിറസിദ്ധിയെല്ലാം സ്വപ്നമാ സിദ്ധികളെ. സിദ്ധമായുള്ള പൊരുളை തേർന്നിരുത്തൽ സിദ്ധി. സിദ്ധി എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ സിദ്ധമായുള്ള വസ്തുവിനെ തെളിഞ്ഞൊന്ന് കാണുക, അതാണ് സിദ്ധി. അല്ലാതെ മനസ്സിനെ ഉപയോഗിച്ച് മെത്തേഡ് കൊണ്ടും ടെക്നിക്ക് കൊണ്ടും എന്തൊക്കെയോ ഉണ്ടാക്കി, സങ്കല്പം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതൊക്കെ സ്വപ്നമാ സിദ്ധികളെ, വെറും സ്വപ്നമാണെന്നാണ്. അതൊക്കെ വരികയും പോവുകയും ചെയ്യും. സിദ്ധമായിട്ടുള്ള വസ്തുവിനെ കാണിച്ചു തരാൻ ഇപ്പൊ എന്താ തടസ്സം? നമ്മളുടെ ജീവാഹന്ത തന്നെ തടസ്സം. ഞാൻ പ്രത്യേക ഒരാളായിട്ടുണ്ടെന്നുള്ള ഭ്രമം തന്നെ തടസ്സം. ആ ഭ്രമത്തിനെ ഇല്ലാതാക്കാൻ നമ്മൾക്ക് ഇപ്പൊ പ്രിഡോമിനന്റ് ആയിട്ട് ഇരിക്കുന്ന നേച്ചറിൽ നിന്നും സാധന തുടങ്ങുകയാണ്. കർമ്മമാണോ നമ്മളുടെ നേച്ചർ? ശരി, കർമ്മം ചെയ്യൂ. കർമ്മം എങ്ങനെ ചെയ്യണം? നിനക്ക് വേണ്ടി ചെയ്താൽ കൂടുതൽ കൂടുതൽ സങ്കല്പവും വിചാരങ്ങളും വികാരങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് ആ കർമ്മത്തിനെ നിനക്ക് വേണ്ടി ചെയ്യേണ്ട, ലോകത്തിന് വേണ്ടി ചെയ്യൂ. അപ്പൊ എന്റെ കാര്യം എങ്ങനെ നടക്കും? ഈ ലോകത്തിന് വേണ്ടി ചെയ്താൽ ലോകത്തിന്റെ രൂപത്തിലുള്ള ഭഗവാൻ എന്നെ നോക്കിക്കൊള്ളും. ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ കർമ്മം ചെയ്യുമ്പോ അവസാനം ഈ അസ്മിത, അഭിമാനം കൂടുതൽ കൂടുതൽ ക്ഷയമാവുകയും ഇവൻ യോഗയുക്തനാവുകയും ചെയ്യും. ഇയാളുടെ സ്വാർത്ഥത പോകുന്തോറും ഇയാൾ ജിതദേഹനായിട്ട് തീരും. അതായത് ദേഹത്തിലുള്ള അർജസൊക്കെ കുറയും. ഏറ്റവും മുഖ്യമായ അർജ എന്താ? സെൽഫ് പ്രിസർവേഷൻ ആണ്. എനിക്ക് നിൽക്കണം, എനിക്ക് ജീവിക്കണം, എന്റെ കാര്യം നടത്തണം, ഞാൻ നോക്കണം. ഈ ഒരു അഹം ആ സെന്ററിൽ നിന്ന് പോകുമ്പോ നാഡികളൊക്കെ ശുദ്ധമാവും, നാഡീനരമ്പുകളൊക്കെ ശുദ്ധമാവും. അതാണ് ജിതദേഹൻ എന്ന് പറയുന്നത്. അതായത് ആ ദേഹം ഇയാളെ ഭരിക്കുന്നത് കുറയും. ദേഹം ഇയാളെ ഭരിക്കുന്നത് കുറയും. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. നോക്ക, യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയഃ സർവഭൂതാത്മഭൂതാത്മാ കുർവന്നപി ന ലിപ്യതേ.
യോഗേന യുക്ത വിശുദ്ധ സത്വ വിജിതാത്മാ വിജിതദേഹ ജിതേന്ദ്രിയ ച. യോഗയുക്തോ വിശുദ്ധാത്മാ. യോഗയുക്തൻ എന്ന് വെച്ചാൽ നിത്യനിരന്തരമായി പ്രവർത്തിക്കുന്ന പ്രവൃത്തികളൊക്കെ തന്നെ ഭഗവതർപ്പണമായി ചെയ്യുന്നവൻ. കർമ്മം ചെയ്യുന്നതിൽ എന്തെങ്കിലും അയാൾക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ ഭഗവാൻ സന്തോഷിക്കട്ടെ എന്നാണ്. ഭഗവാൻ സന്തോഷിച്ചു എന്ന് എങ്ങനെ അറിയും? ഭാഗവതത്തിൽ അങ്ങനെയാണ് പറയുന്നത്. ഭാഗവതം ആരംഭിക്കുമ്പോഴേ ശ്രീ ശുകബ്രഹ്മ മഹർഷി കർമ്മയോഗത്തിനെയാണ് ഭക്തിയായിട്ട് പറയണത്. എന്താണ് ഭക്തി എന്ന് വെച്ചാൽ നിരന്തരം പ്രവർത്തിക്കുന്നു ഭക്തൻ. പക്ഷെ ഭക്തിക്ക് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, യയാ തുഷ്യതി അധോക്ഷജ. കപില ഭഗവാൻ പറയണത് കർമ്മയോഗിയാണ് ഏറ്റവും വലിയ ഭക്തൻ എന്നാണ്. കാപിലത്തില് ഭാഗവതത്തിൽ പറയണു, താമസ ഭക്തനെ കുറിച്ച് പറയണ്ടത്. അയാളെയും ഭക്തൻ എന്ന് പറയണു. എന്താന്ന് വെച്ചാൽ അയാൾ പറയൂ അത്രേ, ഭഗവാനെ എന്റെ അടുത്ത വീട്ടുകാരൻ ഒരുപാട് എന്നെ ദ്രോഹിക്കണു, അവനെ ഒന്ന് ശരിയാക്കി തന്നാ വേണ്ടില്ല, അതെങ്ങനെ ചെയ്താലും വേണ്ടില്ല. താമസ ഭക്തനാണ്. വേറെ ചില ഭക്തൻ പറയും, എനിക്ക് വ്യാപാരം നന്നായിട്ട് നടക്കണം, നാളികേരം ഉടയ്ക്കാം എന്നൊക്കെ പറഞ്ഞ് നേർച്ച നേരുന്ന ഭക്തൻ രാജസനാണ്. സാത്വിക ഭക്തൻ എനിക്ക് മോക്ഷം കിട്ടണമെന്നും ജ്ഞാനമുണ്ടാകണമെന്നും കർമ്മം ഒഴിഞ്ഞു പോകണമെന്നും ഒക്കെ പ്രാർത്ഥിച്ച് ആഗ്രഹിച്ചുകൊണ്ട് ഭക്തി ചെയ്യുകയും, അവനും ആഗ്രഹമാണ്, മോക്ഷമാണെങ്കിലും ആഗ്രഹമാണ് സാത്വിക ഭക്തൻ. നിർഗുണ ഭക്തൻ എന്നും പരാഭക്തി നേടിയവനെന്നും ഒരാളെ പറയുന്നു. അയാള് ഭഗവത് തത്വ ശ്രവണമാത്രത്തിൽ അയാൾ ജ്ഞാനനിഷ്ഠനാണ്. അയാൾ നിരന്തരം പ്രവർത്തിക്കും. മോക്ഷമോ കൈവല്യമോ പുനർജന്മം വരാതിരിക്കലോ ഒന്നും അയാൾക്ക് ആഗ്രഹമില്ല. യാതൊന്നും കൊടുത്താൽ പോലും അയാൾ ആഗ്രഹിക്കുന്നില്ല. ലോകമംഗളത്തിന് വേണ്ടി ശരീരം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും, കൊടുത്തുകൊണ്ടിരിക്കും, പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അയാൾക്കൊന്നും കിട്ടാനില്ല. അയാള് ഇമോഷണൽ ഒന്നും ആവില്ല. അയാൾക്ക് ഭാവസമാധി മുതലായ അവസ്ഥകളൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. എന്താന്ന് വെച്ചാൽ ആന്തരികമായ ആഗ്രഹവും അയാൾക്കില്ല, ആന്തരികമായ സുഖാസക്തിയും അയാൾക്കില്ല. അയാൾ താൻ എന്നുള്ള ഒരു വ്യക്തിയേ ഇല്ലാതെ ഇരുന്നുകൊണ്ടിരിക്കും. അപ്പോ ഭഗവാൻ പറയണത് അയാളുടെ പുറകെ ഞാൻ നടക്കുമെന്നാണ്. അയാളുടെ മനസ്സ് നിത്യനിരന്തരം ഹൃദയഗുഹയിൽ നിഷ്ഠവുമാണ്. മനോഗതി അവിഛിന്ന യഥാ ഗംഗാംബസ അംബുധൗ ലക്ഷണം ഭക്തിയോഗസ്യ നിർഗുണസ്യ ഹ്യുദാഹൃതം. അതിന്റെ ബാക്കി ശ്ലോകം എനിക്ക് ഓർമ്മയില്ല. അവിടെയാണ് പറഞ്ഞു വരുന്നത്, അയാൾ പ്രവർത്തിക്കുന്ന പ്രവൃത്തികളൊക്കെ തന്നെ ലോകമംഗളത്തിന് വേണ്ടിയോ ഭഗവത് കൈങ്കര്യമായിട്ടോ ചെയ്തുകൊണ്ടേയിരിക്കും. അയാൾക്ക് അതൊന്നും ഒരു ഫലത്തിലും ഇച്ഛയില്ല. ഇങ്ങനെ ഒരു ഭക്തന്റെ മുമ്പില് ദേവതകളൊക്കെ വന്ന് പറഞ്ഞു അത്രേ, അങ്ങക്ക് ഞങ്ങൾ എന്തെങ്കിലും തരണം, എന്തെങ്കിലും വരം ചോദിക്കും. ഈ ഭക്തൻ പറഞ്ഞു, എനിക്കൊന്നും ചോദിക്കാനില്ല. അപ്പൊ ദേവതകൾ പറഞ്ഞു, അങ്ങനെ പറ്റില്ല, അങ്ങ് എന്തെങ്കിലും ചോദിച്ചാലേ ഞങ്ങൾ വന്നതിന് പ്രയോജനമുള്ളൂ. ഒരുപാട് നിർബന്ധിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ പോകുന്ന സ്ഥലത്തൊക്കെ ആളുകൾക്ക് ദുഃഖമുണ്ടെങ്കിൽ ദുഃഖം തീരണം, മഴ പെയ്യുന്നില്ലെങ്കിൽ മഴ പെയ്യട്ടെ, മഴ കൂടുതൽ പെയ്യാണെങ്കിൽ അനാവൃഷ്ടി അതിവൃഷ്ടിയാണെങ്കിൽ അത് സമമാവട്ടെ, എന്തെങ്കിലും വ്യാധിയോ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ നീങ്ങട്ടെ. പക്ഷെ ഞാൻ പോയത് കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് അവർക്കും അറിയാൻ പാടില്ല, എനിക്കും അറിയാൻ പാടില്ല എന്ന്. അതാണ് സർവീസ്. അല്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമ്മളുടെ മാഗസീനിൽ അതിന്റെ വലിയ ഘോഷമൊക്കെ നടത്തി പത്രത്തിലൊക്കെ കൊടുത്ത് ഞങ്ങളെ പോലെ സർവീസ് ചെയ്യുന്നവരാരുമില്ല എന്നൊക്കെ പറഞ്ഞ് പബ്ലിക്കിന്റെ അംഗീകാരമൊക്കെ വാങ്ങി, ദാറ്റ് ഈസ് യു ആർ നോട്ട് സർവിങ് വിത്ത് ഈസ്. ഉള്ളിലൊരു ഈസ്നെസ് ഇല്ലല്ലോ. വെൻ യു സർവ് വിത്ത് ഈസ്, ഈസ് എന്ന് പറഞ്ഞാൽ എന്താ ഈസ് എന്ന് പറഞ്ഞാൽ? അത് EASC ഈസ്, അതാണ് ആദ്യം പറഞ്ഞത്. ഇപ്പൊ പറയുന്നത് IS ഈസ് ആണ്. ആദ്യം പറഞ്ഞത് അതാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് യു സർവ് വിത്ത് വാട്ട് ഈസ്. At that state, you will not be I am, you will be I is. അങ്ങനെ ഒരു സ്റ്റേറ്റ് ഓർമ്മിക്കൂ. ഇംഗ്ലീഷിൽ ഗ്രാമാറ്റിക്കലായിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. You will not be I am, you will be I is. അതായത് I will no more, I will be
first person, it will be third person. First person I will not be there. അവിടെ അസ്തിത്വം മാത്രമേ ഉണ്ടാവുള്ളൂ, അസ്മിത്വം ഉണ്ടാവില്ല. അസ്മിത്വം പോയി അസ്തിത്വം മാത്രമായി സത്താമാത്ര ശരീരം. അപ്പൊ സർവീസ് ആവും. അപ്പൊ സർ EASC ഈസ് ഓൾസോ റൈറ്റ്, സർ IS ഈസ് ഓൾസോ ഈസ് റൈറ്റ്. അപ്പോ വാക്കുകൾ കൊണ്ടുള്ള കളിയാണെങ്കിലും അനുഭവത്തിൽ ഇത് സത്യമാവും നമുക്ക്. യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയ സർവഭൂതാത്മഭൂതാത്മാ കുറുവൻ അപി ന ലിപ്യത്തെ. യോഗയുക്തൻ എന്നുള്ള വാക്കാണ് നമ്മൾ വി ആർ ട്രൈയിങ് ടു ഡിഫൈൻ. യോഗയുക്തൻ, യോഗയുക്തൻ കർമ്മയോഗയുക്തനെയാണ് ഭഗവാനോട് പറയണത്. കർമ്മയോഗയുക്തനായിട്ടുള്ളവൻ ജ്ഞാനയോഗയുക്തനായിട്ട് തീരും. കർമ്മയോഗത്തിൽ യുക്തനായവൻ നിരന്തരം പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് വിശുദ്ധാത്മാ ഈ ബിക്കംസ് പ്യുവർ. വിശുദ്ധാത്മാ എന്നുള്ളതിന് ഇവിടെ വിശുദ്ധ വിജിതദേഹ ജിതദേഹ എന്നാണ് ശ്രീശങ്കര ഭാഷ്യം. അതായത് ഹി ബിക്കംസ് കംപ്ലീറ്റ്ലി ഫ്രീ ഫ്രം ബോഡി. എന്നുവെച്ചാൽ എന്താ അർത്ഥം? അതായത് നമ്മളുടെ ഞാൻ എന്നുള്ള ഫീലിംഗ്, നമ്മളുടെ ആംനെസ്, അത് ശരീരത്തിലുള്ള ഓരോ കോശങ്ങളിൽ ഇപ്പുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ശരീരത്തിൽ ഓരോ കോശങ്ങളിലൂടെയും പ്ലഷർ അനുഭവിക്കാനുള്ള ആഗ്രഹവും പെയിനിനെ വെറുപ്പുമുണ്ട്. നമ്മളുടെ ഉള്ളിലുള്ള അഹങ്കാരം ഉള്ളിൽ നിന്നും ഭസ്മമാവുമ്പോ ശരീരത്തിൽ ഓരോ കോശത്തിലും ആ പ്ലഷറിനോടുള്ള invitation for pleasure and resistance for pain, that barricade will be broken. ശരീരം വളരെ ലൈറ്റായിട്ട് സ്പേസിൽ ഒരു സാധനമായിട്ടിരിക്കും. അത് നമുക്ക് ജ്ഞാനത്തിലിരിക്കാൻ തടസ്സം ചെയ്യില്ല. പ്രാരബ്ധ വ്യാധിയൊക്കെ വരുമായിരിക്കും. അവസാനം പ്രാരബ്ധം കൊണ്ടുള്ള വ്യാധിയോ സൂക്കടോ വന്ന് അത് നശിച്ചു പോകും. എന്നാലും വേണ്ടില്ല, അത് കുറച്ച് വേദനയൊക്കെ വിഷമമൊക്കെ ഉണ്ടായാലും ഇയാൾക്ക് അത് ഇനിമേലാൽ ജ്ഞാനത്തിന് തടസ്സം ഉണ്ടാക്കില്ല. കാമക്രോധാദികളെ ഉണ്ടാക്കിയിട്ടോ അസൂയ ഉണ്ടാക്കിയിട്ടോ ഡിപ്രഷൻ ഉണ്ടാക്കിയിട്ടോ ഇയാളെ ശരീരത്തിൽ പിടിച്ചു വലിക്കില്ല. കാരണം എന്താ? ആ ശരീരത്തിൽ ഓരോ കോശത്തിലും ഉറങ്ങിക്കിടക്കുന്ന കർമ്മവാസനകളെ യു ഹാവ് ഓൾറെഡി എക്സോസ്റ്റഡ് ത്രൂ സെൽഫ്ലെസ് ആക്ഷൻ. കൂടുതലായോ പറഞ്ഞത്? ദേഹം വളരെ ലാഘവമുള്ളതായിട്ട് തീരും. നമ്മൾക്ക് നമ്മളെ ജ്ഞാനമാർഗത്തിലേക്ക് തടസ്സം ചെയ്യില്ല. അതാണ് വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയ. വിശുദ്ധാത്മാ എന്ന് പറഞ്ഞാൽ വിശുദ്ധ അന്തഃകരണ, വിശുദ്ധ സത്വ. വിജിതാത്മാ എന്ന് വെച്ചാൽ ജിതദേഹ. വിശുദ്ധ സത്വം എന്ന് പറഞ്ഞാൽ സത്വഗുണം ശുദ്ധമാവും. രജോ ഗുണവും തമോ ഗുണവും സെൽഫിഷ്നെസിന്റെ കൂട്ടുള്ളവരാണ്. നമ്മള് സെൽഫ്ലെസ് ആക്ഷൻസ് ചെയ്യുന്തോറും നമ്മൾക്ക് എന്തെങ്കിലും കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടെ സെൽഫ്ലെസ് ആക്ഷൻ ചെയ്യാണെന്ന് വെച്ചോളൂ, അത് പുണ്യമായിട്ട് ചേരും. ഇതൊക്കെ മെറ്റാഫിസിക്സ് ആണ്. പുണ്യമായിട്ട് ചേരും. ആ പുണ്യം നല്ലതാ. ആ പുണ്യം കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ആരോഗ്യമായിട്ട് ഇരിക്കുന്നതും ആ പുണ്യം ചിലപ്പോൾ നമ്മളെ സാധുസംഘത്തിലും സത്സംഗത്തിലും ഒക്കെ കൊണ്ടാക്കും. നമ്മളുടെ പുണ്യം ഡിപ്ലീറ്റ് ആവുമ്പോഴാണ്
രോഗം ഉണ്ടാവുന്നതും ചിലപ്പോ ശാപക്കേട് ഉണ്ടായി എന്നൊക്കെ പറയണതൊക്കെ അങ്ങനെയാണ്. പുണ്യത്തിന്റെ ബലം കൊണ്ടാണ് നമ്മളൊക്കെ സത്സംഗത്തിലൊക്കെ വന്നിരിക്കുന്നത്. പ്രാഗ് പുണ്യാചല മാർഗദർശിത സുധാമൂർത്തി പ്രസന്ന ശിവ. ആചാര്യസ്വാമികൾ ശിവാനന്ദ ലഹരിയിലൊടത്ത് പറയണ്ട്, പ്രാഗ് പുണ്യാചല മാർഗദർശിത സുധാമൂർത്തി പ്രസന്ന ശിവ. ഏതോ പണ്ട് ചെയ്ത പുണ്യത്തിന്റെ ഫലമായി പക്വപ്പെട്ടു വന്ന് ഭഗവാന് ഭക്തി ചെയ്യാനുള്ള മാർഗത്തിൽ കൊണ്ടാക്കി വിട്ടിരിക്കുകയാണെന്നാണ്. അപ്പോ ഭക്തിയിലേക്കൊക്കെ പുണ്യം നയിക്കും. അതുകൊണ്ട് പുണ്യമായിട്ട് വന്നാലും കുഴപ്പമില്ല. ക്രമേണ പുണ്യം സത്വഗുണത്തിനെ ഉണ്ടാക്കും. ആഹാരശുദ്ധൗ സത്വശുദ്ധി സത്വശുദ്ധൗ ധ്രുവാസ്മൃതി സ്മൃതേർലാഭേ സർവഗ്രന്ഥീനാം വിപ്രമോക്ഷ തസ്മൈ മൃദിത കഷായായ തമസഃ പാരം ദർശയതി ഭഗവാൻ സനത്കുമാര എന്ന് പറഞ്ഞ് നാരദ സനത്കുമാര സംവാദം ഛാന്തോഗ്യോപനിഷത്തിൽ പൂർത്തിയാവുകയാണ്. വിശുദ്ധ സത്വ എന്ന് വെച്ചാൽ ഒരാൾ സത്വഗുണം എപ്പോ ശുദ്ധമാവും? ആഹാരം ശുദ്ധമായാൽ സത്വഗുണം ശുദ്ധമാവും. ആഹാരം എപ്പോ ശുദ്ധമാണ്? ആഹാരം എന്ന് വെച്ചാൽ ഊണ് വായു കൊണ്ട് എടുക്കുന്നത് മാത്രമല്ല, മനസ്സുകൊണ്ട് എടുക്കുന്നത്, പ്രവൃത്തി കൊണ്ട്. എനിത്തിങ് ദാറ്റ് എൻറ്റേഴ്സ് വിത്തിൻ ദ ബോഡി ഓർ മൈൻഡ് ഈസ് ആഹാരം. അപ്പൊ നമ്മൾ കർമ്മം ചെയ്യുമ്പോ അതിന്റെ ഫലം ഭുജിക്കുന്നതും ഒക്കെ ആഹാരമാണ്. അപ്പൊ കർമ്മം, കർമ്മയോഗം സെൽഫ്ലെസ് ആയിട്ട് തീർന്നാൽ, ഭക്ഷിക്കുന്ന ഭക്ഷണം പോലും സെൽഫ്ലെസ് ആയിട്ട് തീർന്നാൽ, ശരീര നിർവഹണത്തിന് വേണ്ടി ആയാൽ, എല്ലാം സെൽഫ്ലെസ് ആയാൽ നമ്മളുടെ ഉള്ളില് സത്വഗുണം ശുദ്ധമാവും. സത്വാത് സഞ്ജായതേ ജ്ഞാനം. സത്വഗുണം ശുദ്ധമായാൽ വിശുദ്ധ സത്വ. അപ്പോഴാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവുക. അല്ലെങ്കിൽ വെറുതെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും. ഇന്നൊരാൾ എന്നെ ഉച്ചയ്ക്ക് ഫോൺ ചെയ്തിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യം ഉപാസന മുട്ട് തുടങ്ങിയത്. അവരുടെ വിഷമാണ്. അപ്പം പറഞ്ഞിട്ട് കാര്യം ഒന്നും പറഞ്ഞാൽ അങ്ങോട്ട് മനസ്സിലാവണില്ല. ഹൈലി ഇന്റലക്ച്വൽ. ആ ഇന്റലക്ട് കിടന്ന ആളുകളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് നല്ലതാണ്. കുറെ പുസ്തകമൊക്കെ വായിച്ചു കഴിഞ്ഞു. ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങളെ പറഞ്ഞ് ബോധിപ്പിക്കാൻ എനിക്കിപ്പോ ചുമതലയൊന്നുമില്ല. ഞാൻ വളരെ ഫ്രീ ആണ് ആ കാര്യത്തിൽ. എന്താന്ന് വെച്ചാൽ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ല, ഓർഗനൈസേഷൻ ഇല്ല, ഫോളോവേഴ്സ് വേണമെന്നുള്ള ആഗ്രഹമില്ല. കഴിയുന്നത് ആളുകളൊക്കെ വിട്ടുപോയാൽ വേണ്ടില്ല എന്നുണ്ട്. അതുകൊണ്ട് എന്ത് വേണമെങ്കിൽ പറയാം. അപ്പൊ അദ്ദേഹത്തിനോട് പറഞ്ഞു, വൈദ്യന്റെ കൂടെ താമസിച്ചാലേ നാടി പിടിക്കാൻ പഠിക്കാൻ പറ്റുള്ളൂ എന്നാണ് രാമകൃഷ്ണദേവൻ പറയാം. അപ്പോ സത്സംഗവും സദ്ഗുരുവിനോട് ആദരവും ഒക്കെ ഉണ്ടായി നിങ്ങള് പതുക്കെ 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 നിങ്ങളിൽ ഒരു അനദർ എലമെന്റ് ഹാസ് ടു അവേക്കൺ, with which you have to receive spiritual knowledge, not with the brain or the mind. It will have the content of brain and mind, but it is not brain and mind. That spiritual organ, special, എന്താണ്, പുതിയതായിട്ടുണ്ടാവുന്ന ഒരു അധ്യാത്മജ്ഞാനത്തിനെ ഗ്രഹിക്കുന്ന ഒരു സാധനം. അതിന് ഹൃദയം എന്നൊക്കെയാണ് രമണ ഭഗവാൻ പേര് പറഞ്ഞിരിക്കുന്നത്. അത് ബ്ലഡ് പമ്പിങ് ഹാർട്ടല്ല. ആ ഹൃദയം കൊണ്ടാണ് നമുക്ക് ജ്ഞാനവും അധ്യാത്മ വിഷയമൊക്കെ ഗ്രഹിക്കപ്പെടുന്നത്. ആ ഹൃദയത്തിൽ ബുദ്ധിയുടെ അംശമുണ്ട്, മനസ്സിന്റെ അംശമൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ബുദ്ധി മനസ്സൊന്നുമല്ല. അത് എപ്പോ ഡെവലപ്പ് ആവും? അതിനാണ് വിശുദ്ധ സത്വ എന്ന് ഇവിടെ പറഞ്ഞത്. അത് ഡെവലപ്പ് ആവണമെങ്കിൽ ഉപാസനാശുദ്ധി വേണം. ഉപാസനാശുദ്ധി എന്താ? കർമ്മകാന്ഡം, ഉപാസനാകാന്ഡം, ജ്ഞാനകാന്ഡം എന്നാണ് വൈദിക പദ്ധതി. അതിൽ കർമ്മത്തിനെ സെൽഫ്ലെസ് ആയിട്ട് ചെയ്യണം. നമ്മളൊക്കെ കുടുംബത്തിൽ ഇരിക്കണമെന്ന് വെച്ചാൽ യു ആർ ദെയർ ഓൺലി ടു സെർവ്, നോട്ട് ടു എൻജോയ്. സർവീസിൽ നിന്ന് കിട്ടുന്ന എൻജോയ്മെന്റ് ഈസ് മച്ച് മോർ ഡീപ്പർ ദാൻ സെൽഫിഷ് എൻജോയ്മെന്റ്. അപ്പോ കുട്ടികളെ നോക്കുന്നു, കുടുംബത്തിന് വേണ്ടതൊക്കെ ചെയ്യുന്നു, സ്നേഹത്തോടെ എല്ലാം ചെയ്തു കൊടുക്കണു, അങ്ങോട്ട് എന്ത് വേണമെങ്കിൽ കൊടുക്കണു. നമ്മൾ അവിടുന്ന് എടുക്കണത് എന്താ? നമുക്ക് ഊണ് കഴിക്കാനും ജീവിക്കാനുള്ളത് മാത്രം. ഗൃഹാശ്രമം തപോവനമായിട്ട് അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പതുക്കെ 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 നമ്മളുടെ സ്വാർത്ഥത, നമ്മളുടെ ഉള്ളിൽ പലതും വേണമെന്ന് തോന്നും, ആഗ്രഹം ഉണ്ടാവും. അതിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് ആത്മവിചാരം സഹായിക്കുക.
ആത്മവിചാരം ചെയ്യുമ്പോൾ നമ്മളുടെ അഹന്ത ഉദിക്കുന്നതും അഫേം ചെയ്യണതും ഒക്കെ നമ്മൾ വിട്ടുനിന്ന് കാണാൻ പഠിക്കുന്നത് കൊണ്ട് ഗൃഹത്തിലിരിക്കുമ്പോൾ അത് ഉദിക്കും, അത് വേണമെന്ന് പറയും, പലതും പറയും. പുറത്ത് മറ്റുള്ളവർ നമ്മളുടെ അടുത്ത് പലതും അവകാശപ്പെടുമ്പോൾ ഇത് ഉള്ളിൽ തുള്ളുന്നതും ഒക്കെ നമ്മൾ സാക്ഷിയായി നിന്ന് കണ്ടുകൊണ്ടിരിക്കും. നടക്കട്ടെ, അത് പലതും പറയും. അതൊരു പഴയ രോഗമാണ്. ആ രോഗം ശമിക്കണ വരെ ഞാനാണ്, എനിക്ക് വേണം, അതാണെന്നൊക്കെ പറയും. അത് ശമിക്കണ വരെ വിട്ടുനിന്ന് നോക്കിക്കൊണ്ടിരുന്നാൽ കുറെ കഴിയുമ്പോൾ അത് ശമിക്കും. അപ്പൊ എന്താവും? സത്വഗുണം ശുദ്ധമാവും. അപ്പോ വിജിതാത്മാ ചിതേന്ദ്രിയ. അപ്പൊ എന്താവും? സർവഭൂതാത്മഭൂതാത്മാ. അയാള് ഈ ബോഡിയിൽ സെന്റേർഡ് ആയിട്ട് ഇരിക്കില്ല. സർവഭൂതാത്മഭൂതാത്മാ. എനിക്ക് എന്ത് കിട്ടിയാൽ സന്തോഷമാവോ അത് ആർക്ക് കിട്ടിയാലും എനിക്ക് സന്തോഷമാവും. കർമ്മയോഗിയെ ഉദ്ദേശിച്ചാണ് ഇത് പറയണത്. ജ്ഞാനയോഗിക്കും ഇത് തന്നെയാണ് ലക്ഷണം. സർവഭൂത ഹൃദയം മുനിമാനതോസ്മി എന്നാണ് ശ്രീ ശുകബ്രഹ്മ മഹർഷി ഭാഗവതം പറയണത്. സർവഭൂത ഹൃദയനാണെന്നാണ്. ജ്ഞാനികളിലും ഇത് തന്നെയാണ് ലക്ഷണം. രമണ ഭഗവാൻ അവസാന കാലത്ത് കയ്യില് സാർക്കോമ വന്നു. ആ സാർക്കോമ വന്നിട്ട് വടിയും പിടിച്ച് കൂനിക്കുറുകി നടക്കുകയാണ്. ആ വടിയില്ലെങ്കിൽ നടക്കാൻ പറ്റില്ല. വടിയും പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. 2 അറ്റൻഡൻസ് കൂടെ നടക്കും. അവർക്കൊന്നും ഒരു പണിയുമില്ല. കുഞ്ചുസ്വാമി പറയും, ഞങ്ങളൊക്കെ കാര്യമായിട്ട് പുറകെ നടക്കും, ഞങ്ങൾക്കൊന്നും ഒരു പണിയില്ല. ബാത്റൂമിൽ പോലും ഭഗവാൻ പ്രൈവസി ഇല്ലാതെ പുറകെ പോകും. പക്ഷെ അദ്ദേഹത്തിന് ഞങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ഒരു സാധനവും ഞങ്ങളുടെ അടുത്ത് ചോദിക്കില്ല, ഒന്നും ഞങ്ങളുടെ അടുത്ത് കൊടുക്കണ്ട, ഒന്നും ചെയ്യണ്ട. അങ്ങനെ കൂനിക്കുറുകി അവസാനം നടക്കുമ്പോ ആശ്രമത്തിലെ ഒരു നായ ഒരു അണ്ണാനെ ഓടിച്ചു കൊണ്ടുപോവാണ്. ഇത്തിരി വിട്ടാൽ ആ അണ്ണാനെ നായ പിടിക്കും. മഹർഷിയുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞു. ആ കണ്ട ക്ഷണത്തിൽ തന്റെ കയ്യിൽ വടി പിടിച്ചുകൊണ്ടാണ് നടത്തം. ആ വടിയെ ഈ നായ്ക്കും അണ്ണാന്റെയും നടുവിലിട്ടു. അണ്ണാൻ രക്ഷപ്പെട്ടു പോയി. മഹർഷി ചോട്ടിൽ വീണ് കൈ ഫ്രാക്ചർ ആവുകയും ചെയ്തു. ടോട്ടൽ ഐഡന്റിഫിക്കേഷൻ ആണ്. ആ മുമ്പിൽ കാണുന്നത് എന്താണോ അത് ഞാനാണ്. മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ടോ മാങ്ങയോ എന്തോ പറിക്കാൻ വേണ്ടിയിട്ട് മരത്തില് അടിച്ചടിച്ച് ഒരുപാട് ഇലകൾ വീഴാണ്. അത് കണ്ട് തന്റെ ശരീരത്തിൽ അടിക്കുന്ന വേദനയോടുകൂടെ മതി, നിങ്ങൾക്ക് ഒരു 2 മാങ്ങ പറിക്കണമെന്ന് പറഞ്ഞ ആ മരത്തിലുള്ള ഇലകളൊക്കെ പറിച്ചെടുക്കണം അല്ലേ, അപ്പോഴേ നിങ്ങൾക്ക് സമാധാനമാവുള്ളൂ. സർവഭൂത ആത്മഭൂതാത്മാ കുറുവന്നപി ന ലിപ്യതേ. അദ്ദേഹം എന്തൊക്കെ തന്നെ പ്രവർത്തിച്ചാലും ആ സ്ഥിതിയിൽ ഇരിക്കുന്നവൻ ന ലിപ്യതേ. അയാൾക്ക് ഈ ശരീരം കൊണ്ട് ആസ്വദിച്ചാലേ സന്തോഷമുള്ളൂ എന്നില്ല. ബാക്കിയുള്ളവർ ആസ്വദിക്കുന്നത് കണ്ട് അയാൾ ആസ്വദിച്ചോളും. അതുകൊണ്ട് തന്നെ അയാൾക്ക് സുഖമാണ്. ബാക്കിയുള്ളവരുടെ സന്തോഷം കണ്ട് അയാൾ സന്തോഷപ്പെട്ടുകൊള്ളും. വാൽമീകിക്ക് ആ പക്ഷിയെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ കോപം വന്നത്. ആ പക്ഷിയെ അമ്പെയ്ത് വീണപ്പോ ആ പക്ഷി താനായിട്ട് മാറിയേ. സർവഭൂതാത്മഭൂതാത്മാ മുനിക്ക് വരുന്നതാണത്. എല്ലാവരും താനാണ്. അങ്ങനെയുള്ള ആള് കുറുവന്നപി ന ലിപ്യത. അയാൾ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നാലും ലിപ്തനാവുന്നില്ല, ഒട്ടിപ്പിടിക്കണില്ല ഒന്നിലും. സ്വാർത്ഥത ഉണ്ടെങ്കിലേ ഒട്ടിപ്പിടിക്കുള്ളൂ. അയാൾ അസ്പർശയോഗിയാണ്. ഗൗഡപാദാചാര്യരുടെ വാക്കാണ്. അസ്പർശയോഗോ വൈനാമ സർവസത്വ സുഖാവഹ യോഗിനോ ബിഭ്യതേ ഹ്യസ്മിൻ അഭയേ ഭയദർശിന. ചില യോഗികളൊക്കെ ഈ അസ്പർശയോഗത്തിനെ പേടിക്കുന്നു എന്നാണ്. എന്താന്ന് വെച്ചാൽ ദേ വാണ്ട് എ ലോക്കലൈസ്ഡ് സെൻട്രലൈസ്ഡ് ഈഗോ ആൻഡ് വിത്ത് ദാറ്റ് ഈഗോ ദേ വാണ്ട് ടു എൻജോയ്. അതിനെ ഇല്ലാതാക്കുന്നതായതുകൊണ്ട് ഈ അസ്പർശയോഗത്തിനെ യോഗികളായിട്ടുള്ള ചില ആളുകൾ പോലും ഭയപ്പെടുന്നു എന്നാണ്. സർവഭൂതാത്മഭൂതാത്മാ കുറുവൻ അപി ന ലിപ്യത്തെ. നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരുന്നാലും സ്പർശമില്ലാതിരിക്കും. എല്ലാ ശരീരത്തിലൂടെയും അയാൾ പ്രവർത്തിക്കുന്നു, എല്ലാ മനസ്സിലൂടെയും അയാൾ ചുരുക്കത്തിൽ അയാളല്ല
വിശ്വം മുഴുവൻ ഏതു ഭഗവാൻ സർവതഃ പാണിപാദം തത് സർവതോക്ഷി ശിരോമുഖം സർവതഃ ശ്രുതിമല്ലോകെ സർവമാവൃത്യ തിഷ്ഠതി സർവേന്ദ്രിയ ഗുണാഭാസം സർവേന്ദ്രിയ വിവർജിതം അസക്തം സർവഭൃച്ഛൈവ നിർഗുണം ഗുണഭോക്തൃച്ച് എന്ന് പറഞ്ഞ് വിശ്വം മുഴുവൻ ഏതൊരു ഭഗവാന്റെ രൂപമാണോ അതിലെ എല്ലാത്തിന്റെ ചലനത്തിനെയും ഭഗവാന്റെ ചലനമായി കാണുന്ന ഭക്തൻ കർമ്മയോഗിയാണ്. അങ്ങനെയുള്ള ആളുടെ എല്ലാ പ്രവൃത്തിയും അയാളുടെ പ്രവൃത്തിയല്ല, ആ ഭഗവാന്റെ ദേവാത്മശക്തിയുടെ പ്രവൃത്തിയാണെന്ന് അയാൾക്ക് നിരന്തരം അറിയാം. ദേവ്യായയാ തതമിതം ജഗത് ആത്മശക്തിയാ നിശേഷദേവഗണശക്തി സമൂഹമൂർത്തിയാ. യാ തതമിതം ജഗത് ആത്മശക്തിയാ, ആത്മശക്തിയാണവൾ, ആത്മാവിന്റെ അനിർവചനീയ ശക്തിയാണ്. എല്ലാ ശരീരങ്ങളെയും തൻവശപ്പെടുത്തിക്കൊണ്ട് ശരീരങ്ങൾ കൊണ്ടൊക്കെ പ്രവർത്തിക്കുന്ന ആ ശക്തിക്ക് താൻ വശപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അയാൾ അസ്പർശയോഗിയാണ്, സർവഭൂതാത്മഭൂതാത്മാവാണ്. അയാളുടെ ഇന്ദ്രിയങ്ങളൊക്കെ സഹജമായി നിയന്ത്രിതമാവും. കാരണം ഈ ഇന്ദ്രിയത്തിലൂടെ തന്നെ ആസ്വദിക്കണമെന്ന് അയാൾക്കില്ല. ഹിസ് മെയിൻ പർപ്പസ് ഇൻ ലൈഫ് ഈസ് ടു സെർവ്. അപ്പൊ എന്താ, ബാക്കിയുള്ളവർ ആസ്വദിച്ചാൽ മതി, ബാക്കിയുള്ളവർ ഊണ് കഴിച്ചാൽ മതി. നമുക്ക് സ്നേഹം ഉണ്ടാവുമ്പോ അമ്മമാർക്ക് കുട്ടികളൊക്കെ കഴിച്ച് തനിക്കൊന്നും ഇല്ലെങ്കിലും സന്തോഷമായിട്ട് കിടന്നുറങ്ങണില്ലേ? കുട്ടികൾക്ക് തന്റെ കുട്ടികൾക്ക് എന്നുള്ള ഭാവം വരുമ്പോ കുട്ടികളോട് അമ്മമാർക്ക് സംഭവിക്കണത് എന്താ? ആ കുട്ടിക്ക് വേണ്ടി കൊടുത്തിട്ട് ഈ അമ്മ നാച്ചുറലായി എല്ലാ അമ്മയിലും നിങ്ങൾക്ക് കാണാം, അമ്മമാരിൽ ഏറ്റവും സ്വാർത്ഥയായ സ്ത്രീ പോലും ചിലപ്പോ അമ്മയാവുമ്പോ അവളിൽ ഒരു ത്യാഗം, ആ കുഞ്ഞിനു വേണ്ടി എന്തും സഹിക്കാനുള്ള ഒരു സ്വഭാവമൊക്കെ എവിടെ നിന്നുണ്ടാവണു? നേച്ചറില് മൃഗങ്ങളിലും കാണാം നിങ്ങൾക്കത്. മൃഗങ്ങളൊക്കെ അങ്ങനെ ആവണം. അതെവിടുന്ന് ഉണ്ടാവണു? അത് ആ മൃഗത്തിൻ്റെതോ അല്ലെങ്കിൽ മനുഷ്യന്റേതോ അല്ല. മാതൃത്വം, പ്രകൃതിയുടെ മാതൃത്വം ആ ശരീരത്തിലൂടെ പ്രവഹിക്കുന്നതാണ്. ഇറ്റ് ഈസ് ഹിഡൻ വിത്തിൻ എവറി പേഴ്സൺ. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത. അതിനാണ് നമ്മൾ ഹൃദയം എന്ന് പറയണത്, അരുൾ എന്ന് പറയണത്, കരുണയെന്ന് പറയണത്. ആ കരുണ സ്വാർത്ഥത പോകുമ്പോ നാച്ചുറലായിട്ട് ഇറ്റ് വിൽ മാനിഫെസ്റ്റ്. ഭഗവാൻ ഉള്ളിൽ ആവിർഭവിച്ചു എന്ന് പറയണം. മഹാത്മാക്കളുടെ ലക്ഷണം തന്നെ കാരുണ്യമാണ്. അരുൾ വടിവേന്തി അലഞ്ഞിടുന്നു യോഗി എന്ന് ഒരു മഹാത്മാവ് പറഞ്ഞു. ശരീരം ഉപേക്ഷിച്ചാലും അരുൾ വടിവേന്തി അലഞ്ഞിടുന്നു എന്നാണ്. കൃപയുടെ വടിവെടുത്ത് പിന്നെയും നിൽക്കും എന്നാണ്. എന്നുവെച്ചാൽ അവരുടെ ഉള്ളിൽ ഒരു മഹാകാരുണ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കാരുണ്യം ആ ശരീരം വീണതോടുകൂടെ പോണില്ല. അത് വളരെ പ്രബലമായ ഒരു ആവിർഭാവമാണ്, ഒരു അവതാരമാണ്. അതിന് ആ ശരീരം ഒരു ചാനലായി എത്രയേ ഉള്ളൂ ആ കാരുണ്യം ആവിർഭവിക്കാൻ. അത് ചിലപ്പോ ആയിരങ്ങളോളം വർഷങ്ങൾ തുടർന്ന് നിൽക്കും. ആ കാരുണ്യം വിശ്വത്തിൽ എല്ലാത്തിനോടും വരുമ്പോ നിസ്വാർത്ഥത സഹജമായിട്ട് വന്നു പോകും. ഒരു അമ്മയ്ക്ക് ഒരു കുട്ടിയുടെ അടുത്ത് മാത്രം വരുന്നത് കൊണ്ട് അത് ആ അമ്മയുടെ കൺട്രോളിലും ഇല്ല. ആ അമ്മയുടെ അഹങ്കാരം എന്ത് ചെയ്യുന്നു, അതിനെ ഒരു ലെൻസ് കൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് വിട്ട പോലെ ആ തന്റെ അഹങ്കാരമാവുന്ന ലെൻസ് കൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ആ കുട്ടിയിൽ മാത്രം വിട്ടിരിക്കുന്നത് കൊണ്ട് ഇറ്റ് ബിക്കംസ് ട്രെമൻഡസ് അറ്റാച്ച്മെന്റ്, ആസക്തിയായിട്ട് മാറുകയാണ്. അപ്പൊ ആ കാരുണ്യത്തിന്റെ ഉറവിടം ആത്മാവാണെന്നും ആ കാരുണ്യം ജഗത്തിന് മുഴുവൻ അധിഷ്ഠാനമായ ഈശ്വര സത്തയുടെയാണെന്നും അതിനെ തന്റെ ഉള്ളിൽ സാക്ഷാത്കരിക്കുന്ന ജ്ഞാനയോഗിയോ ഭക്തയോഗിയോ കർമ്മയോഗിയോ സർവഭൂതാത്മഭൂതാത്മാവായിട്ട് തീരും. അയാളുടെ ശരീരം വീണുപോയാലും അരുൾവടിവേന്തി അലഞ്ഞിടുന്നു. ആ കൃപ, ആ ദയ, ആ കാരുണ്യം, അതിന്റെ ഫോഴ്സ് നിൽക്കും. വ്യാസഭഗവാനും സൂത്രഭാഷ്യ ബ്രഹ്മസൂത്രത്തിലൊക്കെ ഇതിനെ സൂചിപ്പിച്ചു വെച്ചിട്ടുണ്ട്.
ആ കാരുണ്യം എല്ലാ കാലത്തിലേക്കും നിൽക്കും. അതൊക്കെയാണ് ഇപ്പൊ കൃഷ്ണൻ ഭാഗവതത്തിൽ പ്രവേശിച്ചു എന്നൊക്കെ നമ്മൾ പറയണത്. ആ കൃഷ്ണാവതാരം എവിടെയോ ഉണ്ടായത്, ഇത്രകാലം അത് ഇങ്ങനെ നിൽക്കാൻ കാരണം എന്താ? അരുൾ വടിവേന്തി അലയലാണ്. കൃഷ്ണൻ അവതരിച്ചുവോ എന്ന് യുക്തിവാദികൾ ചോദിക്കുകയാണെങ്കിൽ അസംബന്ധമായ ചോദ്യമാണ്. കൃഷ്ണൻ അവതരിച്ചത് ഉണ്ടോ, ബാഹ്യമായി അവതരിച്ചുവോ ഇല്ലയോ? ഭാഗവതം എഴുതിയ വ്യാസന്റെ ഉള്ളിൽ അവതരിച്ചു. അതാണ് കൃഷ്ണാവതാരം. അത് കഴിഞ്ഞിട്ട് എത്രയോ ഭക്തന്മാരുടെ ഉള്ളില് അവരുടെ അന്തര്യാമി കൃഷ്ണനായി അവതരിച്ചു. എത്രയോ ഭക്തന്മാരുടെ ഉള്ളില് അത് തുടർന്ന് തുടർന്ന് നിന്നു. ഹിസ്റ്ററി ഹാസ് നോ മീനിങ് ഇൻ സ്പിരിച്വൽ ലൈഫ്. അവതാരം ഇവിടെയാണ്. അവിടെ കണ്ടു കഴിഞ്ഞാൽ അവിടെയാണ് അവതരിക്കുന്നത് ഭഗവാൻ. ഭാഗവതത്തിൽ 24 അവതാരങ്ങളെ പറഞ്ഞിട്ട് രണ്ടാമത്തെ അധ്യായത്തിൽ, പ്രഥമസ്കന്ധത്തിൽ 3-ാമത്തെ അധ്യായത്തില് അവിടെ പറയേണ്ട അവതാര തത്വം എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം പറയണത് ഈ അന്തര്യാമിയായിട്ടുള്ള ജീവൻ, ആ ശക്തിയാണ് അവതരിക്കുന്നത്. രാമാവതാരവും കൃഷ്ണാവതാരവും ഒക്കെ പോലും ഭക്തന്മാരും ഋഷികളും ഒക്കെ പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് അവരുടെ അന്തര്യാമിയാണ് രാമനുമായിട്ട് കൃഷ്ണനുമായിട്ടൊക്കെ പുറത്തു വന്നത്. ഹിരണ്യകശിപു പ്രഹ്ലാദന്റെ അടുത്ത് എവിടെയെന്ന് ചോദിച്ചപ്പോ പ്രഹ്ലാദൻ ആ തൂണിൽ നോക്കിയപ്പോ പ്രഹ്ലാദന്റെ അന്തര്യാമിയാണ് തൂണ് പൊട്ടിച്ച് പുറത്ത് നരസിംഹമായിട്ട് വന്നത്. പ്രഹ്ലാദന്റെ ഉള്ളിലുള്ള പ്രേമം, ഭക്തിയാണ് ആ നരസിംഹത്തിനെ അവിടെ ഉണ്ടാക്കിയത്, പുറത്തെവിടുന്ന് വന്നതല്ല. പ്രഹ്ലാദൻ തന്റെ ഉള്ളിലുള്ള കൺവിക്ഷൻ, തന്റെ ഉള്ളിലുള്ള ഭക്തി, തന്റെ ഉള്ളിലുള്ള സാക്ഷാത്കാരം തൂണിലൂടെ നരസിംഹത്തിനെ അവതരിപ്പിച്ചതാണ്. അപ്പൊ എല്ലാ അവതാരങ്ങളുടെയും ഉറവിടം ഇവിടെ ഉണ്ട്. ആ സത്യസ്വരൂപനായ ഭഗവാനെ അവിടെ കണ്ടെത്തിയവനാണ് ജ്ഞാനനിഷ്ഠൻ. അവന് ഉള്ളിൽ ആ പ്രേമത്തിന്റെ ഉറവിടത്തിന്, കാരുണ്യത്തിന്റെ ഉറവിടത്തിന് അവിടെ കണ്ടെത്തിക്കഴിഞ്ഞാൽ കർമ്മയോഗമൊക്കെ സഹജമായി. കുറുവന്ന പിന്നെ ലിപ്യതേ. അയാൾ പ്രവർത്തിക്കുന്നതൊക്കെ തന്നെ ഇൻഎക്സോസ്റ്റബിൾ സോഴ്സ് ഓഫ് എനർജി അവിടുന്ന് വന്നുകൊണ്ടേയിരിക്കും. അത് അയാൾ എത്ര പ്രവർത്തിച്ചാലും ശരി, ആ കാരുണ്യത്തിന്റെ ഉറവ് പറ്റില്ല, അത് വന്നുകൊണ്ടിരിക്കും. ലോകമംഗളത്തിനായി പ്രവർത്തിക്കും. സ്വാർത്ഥത അതിനെ കളങ്കപ്പെടുത്തില്ല. അവിടെ അഡൾട്രേഷൻ ഉണ്ടാവില്ല ഉള്ളില്. അങ്ങനെയുള്ള ആള് കുറുവന്നപീന ലിപ്യത്തെ, എത്ര പ്രവർത്തിച്ചാലും എത്ര ചെയ്താലും അതുകൊണ്ട് അയാള് ബന്ധപ്പെടില്ല. അങ്ങനെയുള്ള ഭക്തൻ വാസ്തവത്തിൽ ഒന്നും ചെയ്യുന്നില്ല. അയാളുടെ ഈ ആന്തരിക സ്ഥിതി എന്താണെന്നാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയണത്. നോക്കാം. നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മന്യേത തത്വവിത് പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജിഘ്രൻ അശ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ പ്രലപൻ വിസർജൻ ഗൃഹ്ണൻ ഉന്മിഷൻ നിമിഷന്നപി ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇതി ധാരയൻ.